എൻ്റെ മേൽ അധികാരം ആർക്കേ ഉള്ളൂ? ഈശോയ്ക്കേ ഉള്ളൂ. കിട്ടുന്നുണ്ടോ? നമ്മളെ വഴി തെറ്റിച്ചു. ഈ കൈ പിടിച്ച് കുറെ പൊട്ടത്തരങ്ങളിലേക്ക്, മണ്ടത്തരങ്ങളിലേക്ക്, പാപങ്ങളിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടിട്ടിച്ചു. നമ്മുടെ കൈ പിടിച്ച് വലിച്ച് പിശാച് ചിലപ്പോൾ വലിയൊരു കുഴി കൊണ്ടിട്ട് കാണും. നമ്മളെ പറ്റിച്ചിട്ട് മനുഷ്യർ ചിലപ്പം നമ്മൾ കൈ കൊടുത്തവരെല്ലാം നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ ഈശോയിൽ വിശ്വസിക്കുന്ന എന്നെ, നിന്നെ ആരാ കൈ പിടിച്ചേക്കുന്നേ? എൻ്റെ കർത്താവ് എൻ്റെ കൈ പിടിച്ചേക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, ഈ 3 മേഖലയിൽ ഒരു ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, ഈ 3 മേഖലയിലും ഒരു ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലതുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സ്വരങ്ങളെ നമുക്ക് ഈശോയുടെ വചനം കേൾക്കുമ്പോഴാണ് ശക്തി നിറയുന്നത്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ വചനം കേൾക്കാനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം, കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ശക്തി നിറയാറുണ്ടോ? നിങ്ങൾക്ക് എന്നെ തോന്നേ? കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ടോ? ഒരു ആനന്ദം, ഒരു ചാട്ടം തോന്നുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവ് ഉള്ളിലോട്ട് കയറി ആ വചനം സംസാരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ശക്തി പുറപ്പെടുകയുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കേട്ടിരുന്നിട്ട് നമ്മൾ പിന്നെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെ തിരിച്ചു പോകും. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ, ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പണ്ടേ പാടുന്ന ആ പാട്ടില്ലേ, പരിശുദ്ധാത്മാവേ, എന്നാ പഴയ പാട്ട്? നിങ്ങൾക്ക് പഴയൊന്നും അറിയത്തില്ല. പരിശുദ്ധാത്മാവേ ശക്തി അയക്കണേ എന്നൊരു പാട്ടൊക്കെ ഇല്ലേ വീട്ടിൽ? കുരിശിൻ്റെ വഴിക്കല്ല, കുരിശിൻ്റെ വഴിയല്ലോ, നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ട് നമ്മൾ പാടിക്കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവേ ശക്തി അയക്കണേ എന്നൊക്കെ പാടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എല്ലാ വചന ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ശക്തി അയക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ആ ശക്തി, വചനത്തിന്റെ ശക്തി എങ്ങോട്ട് കയറണം? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ ആ ശക്തി നിറയണം. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് സങ്കീർത്തനം 28 എടുക്കാം. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യത്തെ ബോധ്യം നൽകുന്ന ഒരു വചനമാണ് 28ാമത്തെ സങ്കീർത്തനത്തിൽ. അതിൻ്റെ 7ാമത്തെ വാക്യം. 28ാം സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, കർത്താവെ സഹായിക്കണമേ. വലിയ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്, കർത്താവെ എന്നെ സഹായിക്കണം. നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് അതൊരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുത്തു. നിങ്ങളുടെ ഏത് അവസ്ഥയിലും ഈശോ ഇതൊരു സഹായമായ ഒരു ശക്തിയായിട്ട് തരട്ടെ. ഈശോയോട് പ്രാർത്ഥി, കർത്താവ് എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിന്, ആത്മാവിനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. 28ാമത്തെ സങ്കീർത്തനത്തിന്റെ 7ാമത്തെ വാക്യം അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഒരുമിച്ച് അത് വായിക്കാം. 7ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. ഇങ്ങനെ വായിച്ച ശക്തിയൊക്കെ ഉള്ളതൊക്കെ പോകും കേട്ടോ. പരിചയം വെച്ച് ആരിലൊക്കെ നിങ്ങൾ ഇടിക്കുകയും ചെയ്യും. നല്ല ഉറക്കെ വായിച്ചേ. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. അവസാനത്തെ വാക്കുകൂടെ വായിച്ചേ. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തേക്ക് നന്ദി പറയുന്നു. കർത്താവ് എൻ്റെ ശക്തിയാണ്, എൻ്റെ പരിചയമാണ്. ഞാൻ കർത്താവിൽ ശരണം വയ്ക്കുന്നു, അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കും. അതുകൊണ്ട് ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ കർത്താവിന് സ്തോത്രം ആലപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നില്ലേ? കർത്താവ് അല്ലേ നമ്മുടെ ശക്തി? ആണോ? അല്ലേ? നമുക്ക് മാനുഷികമായ എല്ലാ ശക്തിയും ചോർന്നു പോകുന്ന സമയങ്ങൾ വരും. നമ്മൾ മുഴുവനായിട്ട് തളർന്നു പോകുന്നൊരു സമയം വരും. ചിലപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു തരത്തിലൊരു പ്രോത്സാഹനവും കിട്ടാത്ത സമയം വരും. നിങ്ങളെല്ലാം നല്ലതാണെന്ന് കരുതുന്ന ചില സമയങ്ങളിൽ പെട്ടെന്നൊരു ഇടിത്തി പോലെ ചിലപ്പോൾ സങ്കടങ്ങൾ വരും. ശക്തി ചോർന്നു പോകും, വീണു പോകും. എന്നാ ചെയ്യും? നമ്മൾ പറഞ്ഞോളാം, കർത്താവേ നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ പരിചയ. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ, എൻ്റെ, നിങ്ങളുടെ ശക്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകുന്ന സമയം വരാം, നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോകുന്ന സമയം വരാം, പാപങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ആത്മാവ് കീറിപ്പറഞ്ഞൊരു അവസ്ഥയായി പോകുന്ന സമയം വരാം. അവിടെ എല്ലാം നിങ്ങൾക്ക് ശക്തിയായി, നിങ്ങൾക്ക് പരിചയമായി. ശക്തി എന്ന് വെച്ചാൽ ഈ ശരീരം കൊണ്ട് മുമ്പോട്ട് പോവാൻ, ഈ മനസ്സുകൊണ്ട് എടുത്ത് ചാടി മുമ്പോട്ട് നീങ്ങാൻ, ഈ ആത്മാവ് വിശുദ്ധിയിലേക്ക് വരാൻ ഇതൊരു ശക്തിയാകും. തിന്മ നിങ്ങളെ തൊടാതെ, രോഗങ്ങൾ നിങ്ങളെ ആക്രമിക്കാതെ ഈ കർത്താവിന്റെ ശക്തി നിങ്ങൾക്കൊരു പരിചയമായിട്ടും കൂടെ അവിടെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ? ആ കർത്താവ് കൂടെയുണ്ട്, എനിക്ക് ശക്തിയായിട്ട് തരുന്നുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദം തരേണ്ടത്. ആനന്ദം നിറഞ്ഞാൽ ഉടനെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. വചനം എങ്ങനെയാണ് വായിക്കുക? എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. എന്നുവെച്ചാൽ പാട്ട് പാടി ആരാധിച്ചോളുക. എപ്പോ? എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയത്തല്ല. ശരീരം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് മടുക്കുമ്പോൾ, ആത്മാവിൽ ഒരു ഉണർവും ഇല്ലാത്തൊരു സമയത്തും എന്നാ ചെയ്യണം? കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതെന്തിനാ അങ്ങനെ ആരാധിക്കുന്നത്? നമ്മുടെ ശക്തി ചോർന്ന് നിൽക്കുന്ന സമയത്തും, നമ്മുടെ ശരീരം ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്തും, നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു എല്ലാ ദുഃഖങ്ങളുടെയും ഒരു വലിയ ഘോഷയാത്ര ഒരുമിച്ച് നടക്കുന്ന സമയത്തും വചനം പറയാണ് കർത്താവിനെ ആരാധിച്ചോളുക. എളുപ്പമാണോ? നിങ്ങൾ പറ, എളുപ്പമാണോ? അല്ല, പള്ളി പോകാൻ പോലും തോന്നില്ല ചിലപ്പോൾ അല്ലേ? എല്ലാം ഇങ്ങനെ താറുമാറായി തരികട തല്ലിപ്പൊളിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പള്ളി പോലും പോകാൻ തോന്നില്ല. പക്ഷെ വചനം പറയാണ് ഏറ്റവും തളർന്ന് നിൽക്കുന്ന സമയത്തും ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കർത്താവ് എൻ്റെ ശക്തിയാണ്, കർത്താവ് എൻ്റെ
പരിചയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ആനന്ദിച്ചോളുക, ആനന്ദിച്ചോളുക. നമുക്ക് ദുഃഖിക്കാനാണെങ്കിൽ 100 കാരണങ്ങളാണ്. ആനന്ദിച്ചോളുക. ആരിൽ ആനന്ദിക്കുക? കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിനക്ക് ശക്തിയായി പരിചയം മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. 97-ാമത്തെ സങ്കീർത്തനം എടുക്കാവോ? 97-ാമത്തെ സങ്കീർത്തനം. നമ്മൾ എന്തിനാണ് ഈ ബലം ക്ഷയിച്ച് നിൽക്കുമ്പോൾ, തോറ്റു നിൽക്കുമ്പോൾ, സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കേണ്ടത് എന്തിനാണ് എന്നൊരു ബോധ്യം തരികയാണ്. 97-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. Psalm 97 verse 5. എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിന്റെ മുൻപിൽ ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. എല്ലാവരും ചേർന്ന് വായിച്ചേ. കർത്താവിന്റെ മുൻപിൽ ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഭൂമി മുഴുവന്റെ അധിപൻ ആരാണ്? ഉറക്കെ പറ, ആരാണ്? കർത്താവാണ്. അങ്ങനെയെങ്കിൽ ക്ഷീണിച്ചു പോയ എന്റെ ശരീരത്തിന്റെ മേൽ അധിപൻ ആരാണ്? ഈശോയാണ്. എൻ്റെ മനസ്സ് മടുത്തിരിക്കുകയാണ്. എനിക്ക് ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് ഒന്നും പറ്റുന്നില്ല, ശൂന്യതയിലാണ്. പക്ഷെ എൻ്റെ ആ ക്ഷീണിച്ച മനസ്സിന്റെ മേലും എൻ്റെ ഇരുളടഞ്ഞ ആത്മാവിന്റെ മേലും അധിപൻ ആരാണ്? കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ആ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. മൾത്താരയിൽ മെഴുകുതിരി ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ആരാധന സമയത്തൊക്കെ വെക്കുന്നുണ്ട്. മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? എന്താ പൊട്ട ചോദ്യം ചോദിക്കാതെ ചോദിക്കില്ല. നിങ്ങൾ ഉത്തരം പറ. മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഉരുകി അത് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചേ. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഈ ഒരു പ്രശ്നം നോക്ക്. നിങ്ങളുടെ കടമായിരിക്കാം, നിങ്ങളുടെ രോഗമായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള സങ്കടമായിരിക്കും. ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ചങ്ക് പെരുമ്പറ മുഴങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തോ, നിങ്ങളുടെ കുടുംബത്തെ ഓർത്തോ, നിങ്ങളെക്കുറിച്ച് ഓർത്തോ ഉള്ള നിങ്ങളുടെ സങ്കടങ്ങളായിരിക്കാം, ആകുലതകളായിരിക്കാം. ഒരു പർവ്വതം പോലെ ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. റിയാലിറ്റി. ആ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ കർത്താവിനെ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ആ അധിപന്റെ ആധിപത്യം, അധികാരം നീ ഏറ്റു പറയുമ്പോൾ, നിന്റെ മുമ്പിലുള്ള ആ പർവ്വതം മെഴുകുപോലെ ഉരുകും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പർവ്വതം ഉണ്ട്. ഇനി വചനം കേൾക്കുന്ന സമയത്ത് ആ പർവ്വതം എൻ്റെ മുമ്പിൽ നിൽക്കുക. എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഉന്തിയിട്ട് മാറുന്നില്ല, അടിച്ചു പൊട്ടിച്ചിട്ട് മാറുന്നില്ല. എനിക്ക് കയറാൻ പറ്റാത്ത, അപ്പുറം കാണാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കണ്ണ് മൂടി നിൽക്കുന്ന ഒരു ശത്രുവായിട്ട് ഈ പർവ്വതം നിൽക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുമ്പോൾ ഈ പർവ്വതം മെഴുകുപോലെ ഉരുകും. പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുണ്ടോ? എന്നെ പ്രശ്നത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നേ ആവോ? നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കും. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടത്തെക്കുറിച്ച് ആലോചിക്കും. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ക്രൈസിസിനെ കുറിച്ച് ആലോചിക്കും. ഇന്ന് നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞ രാത്രി നിങ്ങളുടെ ഉറക്കം കെടുത്തി കളഞ്ഞ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് വീണ്ടും പാനിക്കാവാൻ വേണ്ടിയിട്ടല്ല. വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പർവ്വതം ഒന്ന് മാറിക്കിട്ടാൻ, ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടാൻ അത് അച്ഛൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയല്ല. ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഈ പർവ്വതത്തിന്റെ മുകളിലും അധികാരമുള്ള നിങ്ങളുടെ അധിപനെ കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പ്രശ്നത്തിനല്ല അധികാരം. ആർക്കാണ് അധികാരം? ഈശോയ്ക്ക്. ആ പ്രശ്നത്തെ, ഈ പർവ്വതത്തെ നിങ്ങൾ ഈശോയുടെ മുമ്പിലേട്ട് വെച്ചാൽ അത് ഉരുകും. ഇവിടുന്ന് ഉരുക്കിയിട്ട് പോയാൽ മതി. ഈ വചനം കേൾക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോഴെല്ലാം ഇത് ഉരുകണം. ഇത് ഉരുകി നിങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടുന്ന് പോകണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഒറ്റ ബോധ്യമാണ്. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഇവര് ദൈവത്തെ ഇങ്ങനെ വിളിക്കുകയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ? കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കർത്താവ് കർമ്മം, ക്രിയ. ഇപ്പൊ ഒന്നുമില്ല, കർമ്മമില്ല, ക്രിയയില്ല. കർത്താവ് എന്ന് വെച്ചാൽ എന്താ? പഴയ നിയമത്തിൽ ഒരു വാക്കുണ്ടല്ലോ, യഹോവ, അല്ലേ? ദൈവത്തിന്റെ പേര് ചോദിച്ചപ്പോൾ, മോശ ചോദിച്ചപ്പോൾ പറഞ്ഞു, യഹോവ, ഞാൻ ആകുന്നു. യഹൂദരുടെ അതീവ ഭക്തി, അവരുടെ ആരാധന മനോഭാവം കാരണം ആ പേര് അവർ ഒരിക്കലും ഉച്ചരിക്കില്ല. യഹോവ എന്ന പേര് ഉച്ചരിക്കില്ല. പകരം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് അദോണായി. എല്ലാവരും ഒന്ന് ചേർത്ത് പറഞ്ഞ എന്താണ് വാക്ക്? അദോണായി. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വാക്ക്. യഹോവ എന്ന വാക്കിന് പകരമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പം നിങ്ങൾക്ക് എന്നെ എടാ ജിൻസെ എന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ അഭിനയം കാരണം നിങ്ങൾ എന്നെ അച്ചോ എന്ന് വിളിക്കാറില്ലേ? അതെന്തിനാ വിളിക്കുന്നത്? നിങ്ങൾക്ക് എൻ്റെ പേര് ജിൻസ് എന്നാന്ന് അറിയാം, എന്നാലും നിങ്ങൾ എന്നെ അച്ഛാന്നാ വിളിക്കാറല്ലേ? അല്ലേ? അതെ. അതെന്നാ ഒരു ബഹുമാനം ഇല്ലാന്നറിയാം, എന്നാലും ചുമ്മാ കുറച്ചേരം നിങ്ങൾ അഭിനയിക്കും അല്ലെ? ഒരു പുരോഹിതനെ കണ്ടിട്ട് ആ പുരോഹിതന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിലും നമ്മുടെ ഒരു ശീലം വെച്ച് നമ്മുടെ ഒരു ബഹുമാനവും സ്നേഹവും ആദരവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എന്നുള്ള ആ ഒറ്റ ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ അച്ഛനെ എടോ എന്നൊന്നും വിളിക്കാറില്ല. നിങ്ങൾ അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയുള്ളൂ. നമുക്കൊരു ബഹുമാനം ഉള്ളതുകൊണ്ട് ഒറിജിനൽ പേര് ഒഴിവാക്കി മറ്റൊരു അഭിസംബോധന നടത്തുന്നു, ഇല്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ചേട്ടാ ചേച്ചി എന്നൊക്കെ ആൾക്കാരെ വിളിക്കാറില്ലേ? ബഹുമാനം കൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് പ്രായം കുറവാന്ന് അവരുടെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് കാണിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ അവരെ ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കും. അവരുടെ പേരറിയാമെങ്കിൽ നമ്മൾ ചേട്ടാ എന്നൊക്കെ. വീട്ടിലൊക്കെ എന്നാ വിളിക്കുന്നത് നിങ്ങൾ? മൂത്തവരെ ഞാൻ എൻ്റെ ചേച്ചീനെ എഴുതിയെന്നാണ് വിളിക്കുന്നത്. നിങ്ങളോ? ബഹുമാനം കുറവുണ്ടല്ല, ചിലപ്പോൾ സ്വാതന്ത്ര്യം കൂടുമ്പോഴൊക്കെ എങ്ങനെ ആയിരിക്കും. നമ്മളെക്കാട്ട് മൂത്തവരെയൊക്കെ നമ്മൾ ഇപ്പോൾ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ഹെഡ് മാഷിൻ്റെ പേര് നിങ്ങൾക്കറിയാം. പക്ഷെ ആ ആളെ പോയിട്ട്
വിളിക്കുമോ? ബിജു എന്ന് വിളിക്കുമോ? ഇല്ല. സാറേ എന്നെ ഇപ്പോഴും വിളിക്കുള്ളൂ. ഇപ്പോഴും നിങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ല, സ്കൂളിലോട്ടൊന്നും പോകില്ല, എന്നാലും സാറേ എന്നെ നമ്മൾ വിളിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ബഹുമാനം കാരണം. ശരിക്കുള്ള പേര് അവിടെ നിൽക്കുമ്പോഴും ബഹുമാനം കാരണം മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടിയോ? യഹോവ എന്ന ആ നാമം അവിടെ ഉണ്ട്. ആ നാമമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആകുന്നവനാകുന്നു എന്നർത്ഥം വരുന്ന യാഹ്വേ, ആ പേര് അവിടെ ഉണ്ടെന്ന് യഹൂദർക്കറിയാം. പക്ഷെ ആ ദൈവത്തോടുള്ള അതീവ ആദരവ് ഒരു സ്കൂൾ മാഷിനോടോ ഒരു അച്ഛനോടോ ഒരു പോലീസ് ഓഫീസറിനോടോ അല്ല. സർവശക്തനായ അധിപനായ ദൈവത്തിന്റെ ആ പേര് പോലും ഞങ്ങൾ ഉച്ചരിക്കാൻ യോഗ്യരല്ല. അത്ര മഹോന്നതനായ ദൈവമാണ് ഞങ്ങളുടേത് എന്നുള്ള ആ ഒരു വലിയ ആത്മീയ ഭയത്തിൽ, ദൈവഭയത്തിൽ അവർ യഹോവ എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നിടത്തെല്ലാം മാറ്റി ഉപയോഗിച്ച വാക്ക് അദോണായി എന്നോർക്കെ പറഞ്ഞേ. അദോണായി പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്ക് ഗ്രീക്കിലോട്ട് മാറ്റുമ്പോൾ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കിറിയോസ്, കുറിയലൈസോൻ കേട്ടിട്ടുണ്ടോ അല്ലെ? കിറിയോസ്. മലയാളത്തിലേക്ക് മാറ്റുമ്പോ അതായി പറഞ്ഞുകൊണ്ടിരിക്കണം. നാഥൻ അല്ലെങ്കിൽ കർത്താവ്. കർത്താവ് പറഞ്ഞേ ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നല്ല തത്തുല്യമായ പദമാണ് ലോർഡ്, അധികാരമുള്ളവൻ, കർത്താവ്. അപ്പോൾ നിങ്ങൾ കർത്താവേ എന്ന് ഈശോയെ വിളിക്കുമ്പോൾ എന്നൊക്കെ വിളിക്കുന്നേ? നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ അധികാരിയാണ്, നീ എൻ്റെ അധിപനാണ്, നീയാണ് എല്ലാത്തിൻ്റെ മേൽ നിൽക്കുന്നവൻ. പിടികിട്ടിയോ? പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ അത് പ്രാർത്ഥിക്കും. ഈ നമ്മുടെ തോമസിലെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അർത്ഥം എന്താണ്? യു ആർ മൈ അതോറിറ്റി. എൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും അതോറിറ്റി കർത്താവേ നിനക്ക് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 97 നമ്മളിപ്പോൾ വായിച്ചത്, കർത്താവ്, അധിപനായ കർത്താവിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കാനല്ല വചനം പറയുക. ആ പ്രശ്നത്തിന്റെ മുകളിൽ, ഈ പർവ്വതത്തിന്റെ മുകളിൽ അധികാരമുള്ള കർത്താവിനെ നോക്കുക. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകൻ നമുക്ക് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് സുന്ദരമായ ഒരു കാര്യം പറഞ്ഞുതരും. 41-ാമത് അധ്യായം. ആ കർത്താവ്, നിങ്ങൾ ആ ദൈവത്തെ കർത്താവേ, എൻ്റെ അധികാരി, എൻ്റെ അധിപൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ, ആ അധികാരി, ആ ദൈവം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് 41-ാമത് അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. യേശയ്യാ 41:13 മുതൽ വായിക്കാം. 13 മുതൽ വായിച്ചേ. നിന്റെ കിട്ടിയോ? യേശയ്യാ 41:13 മുതൽ അവർക്ക് വായിക്കാം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ആരാ വലത് കൈ പിടിച്ചിരിക്കുന്നേ? പറഞ്ഞേ, ഇച്ചിരി ഉന്മേഷത്തോടെ, ഉണർവോടെ, ആത്മാവിന്റെ ശക്തിയിൽ പറഞ്ഞേ, ആരാ എന്റെ കൈ പിടിച്ചേക്കുന്നേ? കർത്താവ് എന്റെ കൈ പിടിച്ചേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സോറികളെ കർത്താവ് കൈ പിടിച്ചെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അച്ഛൻ പറഞ്ഞനുസരിച്ച് എൻ്റെ മേൽ അധികാരം ആർക്കേ ഉള്ളൂ? ഈശോയ്ക്കേ ഉള്ളൂ. കിട്ടുന്നുണ്ടോ? നമ്മളെ വഴി തെറ്റിച്ചു. ഈ കൈ പിടിച്ച് കുറെ പൊട്ടത്തരങ്ങളിലേക്ക്, മണ്ടത്തരങ്ങളിലേക്ക്, പാപങ്ങളിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടിട്ടിച്ചു. നമ്മുടെ കൈ പിടിച്ച് വലിച്ച് പിശാചി ചിലപ്പോൾ വലിയൊരു കുഴി കൊണ്ടിട്ട് കാണും. നമ്മളെ പറ്റിച്ചിട്ട് മനുഷ്യർ ചിലപ്പോൾ നമ്മൾ കൈ കൊടുത്തവരെല്ലാം നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ ഈശോയിൽ വിശ്വസിക്കുന്ന എന്നെ, നിന്നെ ആരാ കൈ പിടിച്ചേക്കുന്നേ? എൻ്റെ കർത്താവ് എൻ്റെ കൈ പിടിച്ചേക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ കുഞ്ഞു മാവേനെയൊക്കെ നമ്മൾ പെരുന്നാൾ ചന്തയിലെ കൂടെ ഒക്കെ നമ്മളിങ്ങനെ കയ്യെ പിടിച്ച് നടക്കില്ലേ? കൊച്ച് അപ്പൻ്റെ കയ്യെ പിടിക്കണോ, അപ്പൻ കൊച്ചിൻ്റെ കയ്യെ പിടിക്കണോ എന്ന്? നിങ്ങൾ അപ്പന്മാരും അമ്മമാരും എങ്ങനെയാണ്? എങ്ങനെ? കൊച്ചിൻ്റെ കയ്യെ പിടിക്കണോ? എല്ലപ്പോഴും കൊച്ചിൻ്റെ കയ്യിലൊക്കെ പിടി. നിങ്ങളെങ്ങനെ മുറുകെ പിടിക്കും. കൊച്ചു കൈവിട്ടാലും ആര് കൈവിടത്തില്ല? അപ്പനും അമ്മയും കൈവിടത്തില്ല. ഇങ്ങനെ മുറുകെ പിടിക്കും. കർത്താവ് എൻ്റെ കൈ പിടിച്ചേക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോ ഈശോയെ ശ്രദ്ധിക്കാതെ പോയാലും, ഞാനിപ്പോ ഈശോയോട് വഴക്കുണ്ടാക്കിയാലും, ആ കൈ അപ്പോഴും എൻ്റെ മേൽ ഉണ്ട്, എന്നെ വിട്ടിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 41-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കൈ പിടിച്ച ഒരാൾ ചുമ്മാ കൈ പിടിച്ച് ലാലാപാടി നടക്കുമല്ല. കർത്താവ് ഒരു പ്രോമിസും കൂടെ തരികയാണ്, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കും. ഇന്നിപ്പോൾ നിങ്ങളിത് വചനം കേൾക്കാൻ പറ്റുന്ന ഒരു മൂഡിലാണോന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സിലൊരു സങ്കടം നിൽക്കായിരിക്കും, നിങ്ങളുടെ വീട്ടിലൊരു വലിയ പ്രശ്നം നിൽക്കായിരിക്കും, എന്തെങ്കിലും ഭയത്തിൽ നിൽക്കായിരിക്കും. കർത്താവ് പറയുന്ന ഈ വചനം നിങ്ങൾ ഹൃദയത്തിലോട്ട് എഴുതേ, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പറഞ്ഞ അച്ഛനല്ല, ചേട്ടായി അല്ല, അപ്പുറത്തെ വീട്ടിലെ അങ്കിളല്ല. ആരാ പറഞ്ഞേ? കർത്താവ്, അധികാരിയാണ് പറയുന്നത്. ദൈവം തന്നെ പറയാണ്, നിന്നെ ഞാൻ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം എല്ലാവരും കൂടെ ഉറക്ക വായിച്ചേ. 14-ാമത്തെ വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. കൃമിയായ യാക്കോബേ എന്നൊക്കെ വിളിച്ച് കളിയാക്കും കർത്താവ്, അല്ലേ? നമ്മൾ പറയാണ്, കർത്താവേ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, കൃമിയാണ്. പക്ഷേ കർത്താവ് പറയാണ്, നീ കൃമിയാന്നൊക്കെ ഉള്ളതൊക്കെ എനിക്കറിയാം, നിനക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നറിയാം, നിനക്ക് ഇത്രയും പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, നിന്റെ മനസ്സ് ഇത്രയൊക്കെ ഉള്ളെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കൈവിടത്തില്ല. 41:17. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടില്ല. എന്ന് വെച്ചാൽ എന്ത് സങ്കടം വന്നാലും, ആ വചനം ശ്രദ്ധിച്ചേ, ദരിദ്രർ, നിരാലംബർ എന്ന് വെച്ചാൽ എന്താ? ദാരിദ്ര്യം എന്ന് വെച്ചാൽ
വേണേൽ നിങ്ങളുടെ കടന്നൊന്ന് വിചാരിച്ചു. ആത്മീയ ദാരിദ്ര്യമായിരിക്കാം, ഭൗതിക ദാരിദ്ര്യമായിരിക്കാം, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്തൊരു സമയമായിരിക്കാം, നിരാലംബർ, സഹായിക്കാൻ ആശ്രയിക്കാൻ ആരുമില്ലാത്തവർ, ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ വരളുന്നവർ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, നിങ്ങൾ ഒത്തിരി കാലമായിട്ട് പ്രാർത്ഥിച്ച് ദാഹിച്ച് കാത്തിരിക്കുന്ന ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ നിങ്ങൾ ഏറ്റവും ശൂന്യതയിൽ നിൽക്കുമ്പോഴും കർത്താവ് ഇപ്പോൾ ഈ ദിവസം പ്രോമിസ് തരികയാണ്, കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് കൈവിടത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കർത്താവ് നമ്മളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അച്ചോ ഞങ്ങൾക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ദിവസം വിഷമം വരുന്ന സമയത്ത് ഈ വിത്ത് മുള പൊട്ടട്ടെ കേട്ടോ. ഇന്ന് ചിലപ്പോൾ ഒരു പ്രശ്നമില്ല, സങ്കടങ്ങളൊന്നുമില്ല, വലിയ ആനന്ദത്തിലാണ്. വെരി ഗുഡ്. നാളെ ഇതെല്ലാം മാറുമായിരിക്കും. മാറുമ്പോ ഇന്ന് കേട്ട ഈ വചനം വിത്ത് മുളയ്ക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ദരിദ്രർ, നിരാലംബർ, ഒരു ദാഹിച്ച് വരണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഒറ്റ കാര്യം കർത്താവ് ആവശ്യപ്പെടുന്നുള്ളൂ, നിന്റെ അനുഗ്രഹത്തിന്റെ സമയത്ത്, നിന്റെ വിഷമത്തിന്റെ സമയത്ത്, ഏത് സാഹചര്യത്തിലും നീ കർത്താവിനെ ഓർക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ വണ്ടേക്ക് പറഞ്ഞൊരു വചനമുണ്ട്, കർത്താവിനെ എന്നും എപ്പോഴും ഞാൻ പുകഴ്ത്തും. എന്നും എപ്പോഴും ഞാൻ പുകഴ്ത്തും എന്ന് വെച്ചാൽ എനിക്ക് വിഷമം വരുമ്പോൾ മാത്രമല്ല ഞാൻ കർത്താവിനെ ഓർക്കുന്നത്, എല്ലാ സമയവും കർത്താവിനെ ഓർക്കും. നമുക്ക് വരാൻ പോകുന്ന നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രലോഭനമാണ്. ചിലപ്പോൾ ഒരു വിഷമം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ കർത്താവിനെ ഓർക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലപ്പോൾ അങ്ങനെ വരും. ചിലപ്പോൾ ആ വിഷമം മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ കർത്താവിനെ മറക്കാൻ ഒരു പ്രലോഭനം വരും. ഇനി കർത്താവിനെ ഓർക്കണമെങ്കിൽ അടുത്തൊരു പ്രശ്നം പറഞ്ഞു. ഈശോയ്ക്ക് എന്താ ഇഷ്ടമാണെന്നറിയോ? നിങ്ങൾ എപ്പോഴും ഈശോയെ ഓർത്തുകൊണ്ടിരിക്കണേ. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈശോയെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ ഓർക്കാണ്ടിരിക്കുമ്പോൾ എന്നാ കിട്ടും? ചിലപ്പോൾ ഒരു മാന്തം തോണ്ടുമൊക്കെ തരും. അങ്ങനെ മാന്തം തോണ്ടൊന്നും കിട്ടാതെ ഫുൾ ടൈം ഈശോയെ ഓർത്തുകൊണ്ടിരിക്കും. മാന്തം തോണ്ടും കുറയും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉറപ്പാട്ടോ, ഒരു സംശയമില്ല, ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈശോ ഓർത്തിരിക്കുന്നത്. അങ്ങനെ ഈശോ ഓർത്തിരിക്കുന്നവരെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടമാണോ? എപ്പോഴും ഓർക്കുന്നുണ്ടോ ഈശോയെ? അതോ വിഷമം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? ആണെങ്കിൽ ഞാൻ ആശീർവദിക്കാം. നിങ്ങൾ എപ്പോഴും ഈശോയെ ഓർത്തിരിക്കുക എന്നുള്ളതാണല്ലോ, അങ്ങനെ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ഒരു പുരോഹിതനായ എൻ്റെയും ദൗത്യം. നിങ്ങൾ എപ്പോഴും ഈശോയെ ഓർക്കുക, ഞാനിപ്പോഴും ഈശോയെ ഓർക്കുക. വിഷമം വരുമ്പോഴേ ഈശോയെ ഓർക്കുള്ളെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയല്ല. നമ്മളങ്ങനെ വിഷമം വരുമ്പോൾ മാത്രം ഈശോയെ ഓർക്കുന്ന തട്ടിപ്പ് ഭക്തര്, വിശ്വാസികളല്ല. നമ്മൾ എല്ലാ സമയവും കർത്താവിനെ ഓർക്കുന്നവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം എടുത്തേ. നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു സൂചന തരുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും കർത്താവിനെ ഓർക്കണം. ഒരു വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഒരു കടവോ രോഗമോ ഒക്കെ വരുമ്പോഴല്ല, എപ്പോഴും കർത്താവിനെ ഓർക്കണമെന്ന് ഇസ്രായേൽക്കാർക്ക് കൊടുത്ത വലിയൊരു നിയമമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ബൈബിൾ ഉള്ളവരൊന്ന് ഫോളോ ചെയ്യുക. നിയമാവർത്തനം ഡ്യൂട്രോണമി ചാപ്റ്റർ 6 6-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യം. വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കണം. നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും, നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും, നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ, 12-ാം വാക്യം, നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒരു വാണിംഗ് പോലെ കർത്താവ് പറയാണ്, നിങ്ങളുടെ കർത്താവിനെ മറക്കരുത്. മോശയിലൂടെ കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവത്തെ മറക്കരുത്. എപ്പോ? ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ചില അനുഗ്രഹങ്ങൾ കർത്താവ് തരും. ശരിയാണോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ തരും. അനുഭവം ഉണ്ടോ? നിങ്ങൾ ഭയങ്കര ദരിദ്രമാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. ചില നമ്മൾ പ്രതീക്ഷിക്കാതെ അനുഗ്രഹം വരും. ഇപ്പം ഞാൻ ഇന്ന് പ്രതീക്ഷിച്ച നിങ്ങൾ ആരും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നുണ പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കും അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്തായിരിക്കും. ഞാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്ക്. നിങ്ങളും ഭയങ്കര പ്രതീക്ഷയായിരിക്കും. ഞാൻ നെഗറ്റീവായ കാര്യം പറയല്ല. എനിക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ പ്രാർത്ഥിക്കാത്ത പോലും ചില സമയത്ത് ഈശോ തന്നിട്ടുണ്ട് അല്ലേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചില സമയങ്ങളിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഒരു ജീവിതം തന്നെയാണ്. ഈശോയ്ക്ക് വേണേൽ ഒരു 10 പ്രാവശ്യം നമ്മളെ നരകത്തിലോട്ട് വിടാനുള്ള പരിപാടിയൊക്കെ നമ്മൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈശോ വീണ്ടും അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ? എന്താ വെച്ചാൽ ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ പിടികിട്ടും. നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും, നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും, നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു പോലും ഇല്ല, പക്ഷെ കർത്താവ് അനുഗ്രഹം തന്നു. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഈശോ ഒരു ഇരട്ടി അനുഗ്രഹം തന്നു. അങ്ങനെ വരുമ്പോഴും എന്ന് വെച്ചാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിൽക്കുന്ന സമയത്തും നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ മറക്കരുത്. കർത്താവ് വളരെ സ്നേഹത്തോടെ ശാഠ്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെ മറക്കരുത്. ഒരു കുഞ്ഞുവാവ ചോദിക്കുന്ന പോലെ ഈശോ നമ്മുടെ മുമ്പിൽ ഒന്ന് ചോദിക്കുക, എന്നെ മറന്നേക്കല്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരോടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്നെ മറന്നേക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ? അവരൊക്കെ പണ്ടേ നമ്മൾ മറന്നു, ഓർക്കുന്നു പോലും ഇല്ല. കർത്താവ് അത്ര സ്നേഹത്തോടെ നമ്മുടെ മുമ്പിൽ കെഞ്ചുകയാണ്. ഒരു ആത്മീയ
അപേക്ഷ ഈശോ നമ്മുടെ മുമ്പിൽ നടത്താം. നിങ്ങൾ എന്നെ മറക്കരുത്. ഓരോ അനുഗ്രഹം തരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോ നമ്മളോട് പറയുന്നതാണ്, ഞാൻ അനുഗ്രഹിക്കുന്ന എനിക്ക് തടസ്സമില്ല, പക്ഷെ നീ എന്നെ മറക്കരുത്. നമുക്കൊരു വലിയ പ്രലോഭനമാണ്. നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തോരോ സങ്കടങ്ങളുണ്ടായി, വിഷമങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, തീരാ രോഗങ്ങൾ, മാറാ രോഗങ്ങളുണ്ടായി. ഇത് മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കർത്താവിനെ മറന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അമ്മച്ചി ഇങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. നല്ല ഉദാഹരണമാണോ അറിയത്തില്ല, എടുക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫായിട്ട് ചേർത്ത് ചിന്തിക്കാൻ പറ്റും തോന്നുന്നു. അമ്മച്ചിയുടെ മകൾക്ക് കുഞ്ഞുണ്ടാവുന്നില്ല, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു, ഒത്തിരി വർഷം പ്രാർത്ഥിച്ചു. ഇങ്ങനെ 5-10 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് മോൾക്കൊരു കൊച്ചുണ്ടായി. സന്തോഷമല്ലേ? സന്തോഷമാണ്. മാമോദീസ മുക്കി കൊച്ചിനെ. ഇപ്പൊ വെല്ലുമിച്ചിയായി. അതുകൊണ്ട് ഇപ്പൊ പള്ളി പോകുന്നില്ല. കാരണം എന്നാണ്? കൊച്ചിനെ ആര് നോക്കും? പ്രശ്നം പിടിയിട്ടുന്നുണ്ടോ? അച്ഛന് കൊച്ചില്ലാത്തതുകൊണ്ട് അച്ഛന് പലതും പറയാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളത് കാര്യമായിട്ട് ചിന്തിച്ചേ. ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമുക്ക് ഓടാനും, നമുക്ക് പ്രാർത്ഥിക്കാനും, മുട്ടുകുത്താനും, പള്ളിയിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില കാര്യങ്ങൾ, ഈ ഉദാഹരണം നിങ്ങൾ എടുക്കണ്ട, നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. ചിലപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല വീട് പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ കുടുംബ പ്രാർത്ഥന ഇല്ല. കുറേ നാൾ ഈ തറയൊക്കെ കെട്ടിക്കടന്നു. തറ നിങ്ങളുടെ നാട്ടിലും അങ്ങനെയാണോ പറയണേ? തറ കെട്ടിക്കടന്നു, വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഈശോ വലിയൊരു അനുഗ്രഹം തന്നു. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു, നിങ്ങളുടെ അധ്വാനത്തെ മാനിച്ച് ഈശോ ഒത്തിരി അനുഗ്രഹം തന്നു, പൈസയൊക്കെ തന്നു, പണി പൂർത്തിയാക്കാൻ പറ്റി, പണി പൂർത്തിയാക്കി, നല്ല വീട്. പക്ഷെ ഇപ്പോൾ അവിടെ കുടുംബ പ്രാർത്ഥനയില്ല. ഈ അപകടമാണ്. നിങ്ങൾ വിതയ്ക്കാത്തതും നിങ്ങൾ നടാത്തതും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളിലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങളെ ഈ അപകടത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ മറക്കരുത്. മോശെ അതൊരു വാണിംഗ് പോലെ കൊടുക്കുകയാണ്. കാരണം നമ്മൾ മറക്കും എന്നൊരു സാധ്യത, ഒരു പ്രലോഭനം അവിടെ എപ്പോഴും കിടക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, വലിയൊരു തെറ്റ്. കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറയേണ്ട വലിയ തിന്മകളിലൊന്നാണത്. ഈശോയ്ക്ക് ഞാൻ നന്ദി പറയാണ്ടിരുന്നു എന്നുള്ളത്. ഇപ്പൊ പോലും ഒരു തവണ താങ്ക്സ് പറഞ്ഞു, ഉദ്ദിഷ്ടകാലത്തിന് ഉപകാര സ്മരണ ദീപിക പേപ്പറിൽ അച്ചടിച്ചു. അതല്ല, കർത്താവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു, ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു, ജോലി കിട്ടി. പക്ഷെ ഇപ്പൊ ജോലിയുടെ തിരക്ക് കാരണം പ്രാർത്ഥിക്കാൻ നേരമില്ല. തിരക്കിനിടയിൽ തിരക്ക് തന്നവനെ മറന്നു പോകുന്നു. അപകടമാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മളെ വ്യക്തികൾ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ കർത്താവിനെ മറന്നാൽ നമ്മുടെ തലമുറ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഈശോയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് നേരമില്ല. പിള്ളേരൊക്കെ അവിടെയല്ലേ, പിള്ളേർക്കൊക്കെ ഒന്ന് എത്തണ്ടേ, പിള്ളേർ കൂട്ടുകാരോടെ പോയില്ലേ, അവർക്ക് ജോലിയല്ലേ, അപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമോ? ബിഗ് ബോസ് കാണണ്ടേ അല്ലേ? എൻ്റെ ഇടയ്ക്ക് സമയം വേണ്ടേ? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണം പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിക്കാൻ. എന്നാ സംഭവിക്കുന്നേ? ഒരു സൈഡിൽ ഈശോയെ ബൈപ്പാസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ അല്ല, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം അല്ല, ഒരു തലമുറയുടെ വിശ്വാസം മുഴുവനും കൂടെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ധ്യാനം കൂടി, ബൈബിൾ ക്ലാസ് കൂടി, അവർക്ക് ആ ദൈവം ആരാന്ന് പോലും അറിയത്തില്ലാത്തൊരു തലമുറ വരും. ഇപ്പോഴും ഉണ്ടല്ലേ, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെ ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. കാരണം നമ്മൾ സംസാരിച്ചില്ല, നമ്മൾ ആ കർത്താവിനെ കുറിച്ച് സംസാരിച്ചില്ല. വേദപാഠത്തിന് വിടാതെ പണ്ടത്തെ അച്ഛന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ ജനറേഷനിൽ ഞാനിത് പറയാൻ പാടില്ല, കാരണം പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു. വേദപാഠത്തിന് വിടാതെ ട്യൂഷന് വിട്ടുകൊണ്ടിരുന്ന അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെടുത്തിയത്, നശിപ്പിച്ചത് നിങ്ങളുടെ അടുത്ത തലമുറയെ തന്നെയാണ്. വിശ്വാസകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ, വിശുദ്ധഗ്രന്ഥം കയ്യിലെടുത്ത് കൊടുക്കാതെ, മതബോധന ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കാതെ, പ്രാർത്ഥനാ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു 10-12 വർഷത്തോളം 12ാം ക്ലാസ് വരെ ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തിയിട്ട് അതുങ്ങൾ വേറൊരു ദേശത്തേക്ക് ചേക്കേറിപ്പോയി. ഇപ്പൊ അവർ പ്രാർത്ഥിക്കുന്നില്ല, ഇപ്പൊ അവർ കുർബാനയ്ക്ക് പോകുന്നില്ല, ഇപ്പൊ അവർ കുമ്പസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നതിന് മുമ്പ് ഈ തലമുറ നശിക്കാനുള്ളൊരു കാരണം ഞാനല്ലേ എന്ന് ചിന്തിക്കണം ഓരോരുത്തരും. കാരണം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ തലമുറയ്ക്ക് നാളെ ഈശോ ആരാണ് എന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല, അറിയാൻ പോലും അവർ ആഗ്രഹിക്കില്ല. ജീസസ് ഈസ് നോട്ട് മൈ പ്രയോറിറ്റി, എൻ്റെ ഒരു ആവശ്യം പോലും അല്ല എന്നുള്ള രീതിയിൽ അത്ര ചീപ്പായിട്ട് മാറും. പ്രയോറിറ്റി പോട്ടെ, ആവശ്യം പോലും അല്ല, അത്ര ചീപ്പായിട്ട് ചിലപ്പോൾ ഈശോയെ മാറ്റിക്കളയും. അവർക്കൊരു കോമഡി പീസായിട്ട് അവർ വിശ്വാസത്തിന്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യും. കാരണം അത്രയ്ക്കധികം നെഗറ്റീവ് കാര്യങ്ങൾ വിശ്വാസത്തിനെതിരെ, മതത്തിനെതിരെ, ദൈവവിശ്വാസത്തിനെതിരെ, പ്രാർത്ഥനകൾക്കെതിരെ ഒരു വലിയ ബറ്റാലിയൻ സൈന്യം മുഴുവൻ നിൽക്കുകയാണ്. ഈ പ്രാർത്ഥന ജീവിതം അവസാനിപ്പിക്കാൻ, മതജീവിതം അവസാനിപ്പിക്കാൻ, വിശ്വാസ ജീവിതം തകർത്തെറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ കൈകെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ തലമുറ നശിക്കും. ആ തലമുറ നമ്മളെ ചോദ്യം ചെയ്യും. പിടിയിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ തന്നെ പറഞ്ഞില്ലേ, കൊറാസീൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നീ കേട്ട സുവിശേഷം, നീ കണ്ട അത്ഭുതങ്ങൾ സോദോമിലും ഗൊമോറയിലും നടന്നിരുന്നെങ്കിൽ അവരെന്നെ പശ്ചാത്തപിച്ചേനെ. നോക്ക്, നമുക്ക് അന്ന് പൗലോസ്ലേയും പത്രോസ്ലേയും ഒക്കെ പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ വചന ശുശ്രൂഷ ഇന്ന് കിട്ടുന്നുണ്ട്. ശരിയാണോ? ഹലോ, ശരിയാണോ? അവരെ പോലെ ഒന്നും അല്ല, എന്നാലും ഒരു പൗലോസ്ലിഹ അല്ലെങ്കിൽ ഒരു അവലോസ് സ്ലിഹ ഒക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ. എത്തോരെ സുവിശേഷ പ്രഘോഷണം നമുക്ക് കേൾക്കാണ്. കൊറാസീൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം.
നീ കേട്ട വചനം അത്രയും അകന്നുള്ളവർ കേട്ടിരുന്നെങ്കിൽ അവരെന്നെ മാനസാന്തരപ്പെട്ടേനെ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് പറയണം, പഠിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം. മാസത്തിൽ ഒരിക്കലും ഒരു വൺ ഡേ കൂടി, വർഷത്തിൽ ഒരിക്കലും ഒരു ധ്യാനം കൂടി, ആ 3 ദിവസം ഒരു ദിവസം 1 മണിക്കൂർ വചനത്തെക്കുറിച്ച് ചിന്തിക്കാന്നല്ല. ദൈവിക കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കൊടുക്കുന്ന കുടുംബത്തെ കർത്താവ് 1-ാം സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കും. അതിലൊരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് ഈ പ്രലോഭനം വരികയാണ്. മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ ഒരു ആവശ്യ സമയത്ത് മാത്രം ഞാൻ കർത്താവിനെ ഓർക്കാണ്. അപകടമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് നിയമാവർത്തനത്തിൽ നിന്ന് മുമ്പോട്ട് മറിച്ചാൽ ജോഷുവ കഴിയുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം, ഈ കർത്താവ് ഇത്രയും അനുഗ്രഹിച്ച ഒരു ജനതയ്ക്ക് വന്നുപോയ ഒരു അപകടത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു. നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അത് ചിന്തിക്കാൻ പറ്റും. ഇത്രയും അത്ഭുതങ്ങൾ കണ്ട ഒരു ജനം മരുഭൂമി കൂടെ കർത്താവ് കൊച്ചിനെ കയ്യിലെടുക്കുന്ന പോലെ കൊണ്ടു നടത്തി ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്ത് കൊണ്ടെത്തിച്ചു. ദേശം കൊടുത്തു, അധികാരം കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അവർ കുഴിക്കാത്ത കിണറുകളിൽ അവർക്ക് ജലം കൊടുത്തു. അവർ നട്ടുവെക്കാത്ത തൈകളിൽ നിന്ന് അവർക്ക് ബലം കിട്ടി. പക്ഷെ അവർ കർത്താവിനെ മറക്കരുതെന്ന് മോശ പറഞ്ഞ ആ കാര്യം അവർ മറന്നു. അനുഗ്രഹം കിട്ടിയപ്പോൾ കർത്താവിനെ കുറിച്ച് അവർ സംസാരിച്ചില്ല. വീട് പണിത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കർത്താവിനെ കുറിച്ച് സംസാരിച്ചില്ല. ഒരു അപകടം സംഭവിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ 2:10 വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുത്തെ ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ണ് തുറന്ന് പിടി, കണ്ണ് തുറന്ന്, ചെവി തുറന്ന്, ഹൃദയം തുറന്ന് കേൾക്കണം. അപകടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക്. നിങ്ങൾ ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെ യുവജനധ്യാനം കൂടാൻ വേണ്ടി വിടരുത്. കാരണം നാളെ യുവജനധ്യാനം കൂടാൻ പോലും അവർക്ക് തോന്നത്തില്ല. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവരെ ഈ വചന ശുശ്രൂഷകളിലേക്ക് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, അവരുടെ കയ്യിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം എടുത്ത് കൊടുത്ത് വായിക്കാം, സ്നേഹത്തോടെ ചാട്യത്തോടെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാളെ ഈ തലമുറ ദുഃഖിക്കും. ആ തലമുറയുടെ ദുഃഖത്തിന്റെ കാരണം നമ്മൾ മാത്രമാകും. പറയുന്ന പിടിയിട്ടുന്നുണ്ടോ? കർത്താവിനെയോ അവിടുന്ന് ചെയ്ത പ്രവൃത്തികളെയോ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ. 2-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, ഒരു തലമുറ മരിച്ചു, അപ്പനും അമ്മയൊക്കെ മരിച്ചു, അടുത്ത മക്കൾക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നോ, ആ ദൈവം ഇത്ര വലിയൊരു കാര്യം ചെയ്തെന്നോ പോലും അവർ മറന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കുക, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കണം. നമ്മളിപ്പോൾ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് പല തരത്തിലുള്ള ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ മിക്കവാറും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, തലമുറകളുടെ കെട്ട്, അല്ലേ? തലമുറകളുടെ കെട്ട്. വല്യപ്പച്ചൻ നിങ്ങൾ ചെയ്ത കുറ്റമാണ്, വെറുതെ വല്യപ്പച്ചനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്യപ്പച്ചൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് അത് കെട്ട് ഞങ്ങളുടെ ഇവിടെ കിടക്കാണ്. ആദ്യം നന്നാവും, സ്വയം നന്നാവും, എന്നിട്ട് വല്യപ്പച്ചനെതിരെ കുറ്റം ആരോപിക്കും. പുള്ളി അങ്ങ് പോയി. ഈ കെട്ടഴിക്കാൻ വേണ്ടി നമ്മൾ കിടക്കാണ്. ഒരു യാഥാർത്ഥ്യത്തിൽ അത് കിടക്കണ്ട. ചില ശാപങ്ങളുടെ വഴികൾ കിടപ്പുണ്ടാകാം. നിങ്ങൾ കർത്താവിനെ മനസ്സിലാക്കാത്തടത്തോളം കാലം ആ കെട്ട് അവിടെ കിടക്കുകയും ചെയ്യും. കർത്താവിനെ മനസ്സിലാക്കി രക്ഷകനാഥനായിട്ട് ഏറ്റു പറയുന്ന അന്ന് ആ കെട്ടെല്ലാം പൊട്ടുകയും ചെയ്യും. അത് മനസ്സിലാവാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തലമുറ ചെയ്തൊരു തെറ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഇപ്പൊ പരിതപിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ശരിയാണോ? വല്യപ്പച്ചൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, വല്യമ്മച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. നാളെ നിങ്ങളുടെ അടുത്ത തലമുറ അവർ കുഞ്ഞുങ്ങളെ ജനിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ആ തലമുറ പിന്നോട്ട് ചിന്തിച്ച് ഇന്ന് 2025 വചനം കേൾക്കുന്ന നമ്മളെക്കുറിച്ച് അത് പറയരുത്. എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ വല്യമ്മച്ചി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവരെനിക്ക് കർത്താവിനെ കുറിച്ച് പറഞ്ഞു തന്നില്ല എന്ന്. സ്ഥലം മേടിച്ചു വെച്ചില്ല എന്നോ ഏക്കർ കണക്കിന് ഭൂമി കൂട്ടിയില്ലെന്നൊന്നും അല്ല, കർത്താവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നില്ല എന്നോർത്ത് ആത്മീയ ദാരിദ്ര്യം പിടിക്കുന്ന ഒരു തലമുറ നാളെ നശിച്ചാൽ, പിശാച് അവരെ ഈസി ആയിട്ട് കൊത്തിക്കൊണ്ട് പോയാൽ, ആ തലമുറ നശിക്കുന്നതിന് ഉത്തരം കൊടുക്കേണ്ടത് നമ്മളായിരിക്കും. അവരുടെ ജീവിതത്തിലേക്ക് ആ കെട്ട് കൊടുത്തത് നമ്മളായിരിക്കും. ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി ജോലി മേടിച്ചു കൊടുത്തു, അവരെ പഠിപ്പിച്ചു, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു. പക്ഷെ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടെങ്കിൽ നാളെ അവർ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നമ്മളോടായിരിക്കും. കാരണം നാളെ അവർ വീട് വീണ്ടെടുക്കും, ജോലി വീണ്ടെടുക്കും, പണവും വീണ്ടെടുക്കും. പക്ഷെ അവർക്ക് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതെങ്ങനെ അവർ വീണ്ടെടുക്കും? വീണ്ടെടുത്ത് കൊടുക്കാൻ അവർക്ക് പറ്റുന്ന ഒരേ ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിൽ, പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവരെങ്ങോട്ട് പോകും? ഒരു തലമുറ നശിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. കയ്യിൽ ഒരു കുഞ്ഞിനെ കൈ കിട്ടുന്ന അന്ന് മുതൽ വേദപാഠം തുടങ്ങിക്കോളൂ. പറഞ്ഞു കൊടുത്തേക്കുക. അച്ഛനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുഷിപ്പ് തോന്നിയേക്കാം, വെറുപ്പ് തോന്നിയേക്കാം. ഈ കാലഘട്ടത്തിലൊക്കെ അച്ഛാ കുറച്ചുകൂടെ നല്ല ഞെരിപ്പ് സാധനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലപ്പുറത്തേക്ക് ഞെരിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വരുന്ന തലമുറ നമ്മളെ ഞെരിക്കും. ഈശോയെക്കുറിച്ച്, ഈ സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ തലമുറ കർത്താവിനെ അറിയില്ല, കർത്താവ് ചെയ്ത പ്രവൃത്തികളും അറിയില്ല. നാളെ ഒരു കുരിശുമരണത്തെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, നാളെ ഈശോയെ സാധിച്ചെന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ, ഏത് ഈശോ, ഏത് കുരിശ് എന്ന് പറഞ്ഞ് ആ രക്ഷയുടെ അടയാളത്തെ അവർ ചിലപ്പോൾ ഒരു ടാറ്റു സ്റ്റിക്കറായിട്ട് മാത്രം ഒട്ടിച്ച് അത്രേ ഉള്ളൂ കുരിശെന്ന് പറഞ്ഞ് അവരത് അവസാനിപ്പിക്കും. അത് ഒരു 100 വർഷം കഴിയുന്ന തലമുറയെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പോഴേ ആ അപകടത്തിന്റെ മണം എല്ലാ ഇടങ്ങളിലും അടിച്ചു തുടങ്ങി. നമ്മൾ ശ്രദ്ധിച്ചത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇത് എടുത്ത് അച്ഛന് പ്രവചിക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കുന്നവൻ ഒരു പ്രവാചകനാണെന്ന ബോധ്യത്തിൽ, ഒരു പുരോഹിതൻ എന്ന അധികാരത്തിൽ, സ്നേഹത്തിൽ ഞങ്ങളോട് പറയാണ്, ഇറ്റ് ഇസ് നോട്ട് സോ ഫാർ
നമ്മുടെ കുടുംബത്തിൽ ഈ അപകടം വരാനുള്ള സാധ്യത അകലെ അല്ല. പഠിപ്പിച്ചു കൊടുക്കണത് കുഞ്ഞുങ്ങളെ. പറഞ്ഞേ ഹല്ലേലൂയാ. മോന്തയൊക്കെ വാടിയല്ലോ. നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും ആരിലൊക്കെ മറന്നുപോയാലേ, ഒരു ശ്രദ്ധ കുറഞ്ഞാൽ പോയി. പിന്നെ അവർ കൈവിട്ട് പോയി, ദുശീലങ്ങളിൽ പെട്ടു. ഒരു ദുശീലത്തിലും പെടത്തില്ല. ഏത് ദുശീലത്തിൽ പെട്ടാലും അത് തിരിച്ചു കയറി വരും. ആരെക്കുറിച്ച് ഓർത്താൽ? കർത്താവിനെ കുറിച്ച് ഓർത്താൽ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. മദ്യപാനത്തിന്റെ എല്ലാ ദുശീലങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു മദ്യപാനിയായ ഒരാൾ, അയാൾക്ക് തിരിച്ചു കയറി വരാൻ, മദ്യപാനം നിർത്തി തിരിച്ചു കയറി വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ലൊരു രോഗം വന്നാൽ ചിലപ്പോൾ അയാൾ തിരിച്ചു കയറി വരും. ഇല്ലെങ്കിൽ അയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ച് അയാളുടെ ലൈസൻസ് പോയി, ഇല്ലെങ്കിൽ അയാളുടെ കൈയും കാലും ഒടിഞ്ഞു, ഒരു അപകടം പറ്റി അയാൾ തിരിച്ചു കയറി വരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ സംഭവിച്ചത് അപകടം വന്നിട്ടാണോ വചനം കേട്ടിട്ടാണോ മദ്യപാനികൾ മാനസാന്തരപ്പെട്ടിട്ടുള്ളത്? വചനം കേട്ടിട്ടാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലേലും. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ പോട്ടയിലേക്ക് മദ്യപാനികളെ മുഴുവനും കൂടെ നമ്മൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. കാരണം അത്രയധികം അത്ഭുതങ്ങൾ ആ മേഖലയിൽ സംഭവിച്ചിരുന്നു. ഒരുപാട് പേര് മദ്യപാനം നിർത്തി. പക്ഷെ ഇന്ന് അത് സംഭവിക്കുന്നത് വളരെ കുറവാണ്. നിങ്ങൾ അറിഞ്ഞാലും ഇല്ലേലും, അക്സെപ്റ്റ് ചെയ്താലും ഇല്ലേലും. കാരണം ഒന്ന്, മദ്യപാനം ഒരു തിന്മയാണെന്നുള്ള പ്രസംഗങ്ങൾ പോലും നിന്നു. ആ മദ്യപാനം നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്നുള്ള ആ പ്രസംഗങ്ങൾ നിന്നു. കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ ആളുകളില്ല. അപകടം വന്ന് മദ്യപാനം നിർത്തുകയല്ല, വചനം കേട്ട് മാറിയാലേ അവന്റെ മാറ്റം സ്ഥായിയായി സ്ഥിരമായി നിൽക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷെ അത് കേൾക്കുന്നില്ലെങ്കിലോ, അത് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലോ, അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നീ ഈ ഒരു ദുശീലം, ഞാൻ മദ്യപാനം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താണ്, ഏത് ദുശീലം ആവട്ടെ, ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരി, ഒരു കുടുംബനാഥ, നിങ്ങൾ ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ദുശീലത്തിലാണെങ്കിൽ തിരിച്ചു കയറി വരാൻ നമുക്കൊരു ബോധമുള്ളത്, എന്റെ കർത്താവിനെ വേദനിപ്പിക്കരുത്, കുമ്പസാരിക്കണം, നാളെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഈ പാപം എനിക്ക് ചെയ്യണ്ട എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. ശരിയാണോ? അല്ലാണ്ട് നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണോ? അല്ല, നല്ല സൂപ്പറായിട്ട് പാപം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ചെയ്യാതിരിക്കുന്നതും ചില ദുശീലങ്ങൾ നമ്മൾ കയറി വന്നതും ഒറ്റ കാര്യം ഓർത്തോണ്ടാണ്. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്, കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടതാണ്, ബലിപീഠത്തെ സമീപിക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മളും ഇച്ചിരി മാന്യത്തികളായിട്ടിരിക്കുന്നത്. പക്ഷെ ഈ കർത്താവിനെ കുറിച്ച് കേൾക്കാത്തൊരു തലമുറ വന്നാൽ എന്നാ ചെയ്യും? അവരൊരിക്കലും തിരിച്ചു കയറി വരത്തില്ല. അവരൊരിക്കലും തിരിച്ചു കയറി വരാതെ അവരുടെ ആത്മാവ് നഷ്ടമായാൽ, ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും, ഇടയ്ക്ക് ഞാൻ മിണ്ടാണ്ടിരുന്നാൽ, ഞാൻ തന്നെയും സംസാരിക്കാതിരുന്നാൽ നിങ്ങളും ആയിരിക്കും അതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയോ? ഞാൻ കർത്താവ് എന്നൊരു വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വന്നേ. പക്ഷെ ഇത് നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തേക്കണം. ഒരു അപകടം അവിടെ സൂചിപ്പിക്കുകയാണ്. കർത്താവിനെയോ അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത തലമുറ. എന്നെ സംഭവിക്കുന്ന അങ്ങനെ ഒരു തലമുറയ്ക്ക്? കർത്താവിനെ കുറിച്ച് കേട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പം. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ആരാധന നടക്കും. നടക്കല്ലേ ഈ വാക്ക്, ഈ സ്റ്റേറ്റ്മെന്റ്? എപ്പോഴും ആരാധന നടക്കും. പള്ളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരാധന നടക്കും. ശരിക്കും ആരാധന ആർക്കാ കൊടുക്കണ്ടേ? ദൈവമായ ഏക കർത്താവായ ഈശോയ്ക്ക്, ദൈവത്തിന് മാത്രമേ ആരാധന കൊടുക്കാവുള്ളൂ. ആരാധന നടക്കും. നിങ്ങളുടെ പള്ളി പൂട്ടി കിടന്നാലും, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ആരാധന നടക്കും. എപ്പോഴും ഈ ഭൂമിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിനല്ല ആരാധന കൊടുക്കുന്നെങ്കിൽ എന്നാ സംഭവിക്കും? ഈ സ്റ്റേറ്റ്മെന്റ് വിട്ട് കളയരുത്. ആരാധന എപ്പോഴും നടക്കും, അതെപ്പോഴും ഉണ്ടാവും. ദൈവത്തിന് ആരാധന കൊടുത്തില്ലെങ്കിലും ആരാധന നടക്കും. പക്ഷെ ആരാധന ആർക്കായിരിക്കും? തിന്മയ്ക്കായിരിക്കും. തന്നെ പറയാൻ ഒരു മടി. നിങ്ങൾ പുള്ളിയുടെ ടീമാണോ? പിടിയിട്ടുന്നുണ്ടോ? ദൈവത്തിന് ആരാധന കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആരാധനാഭാവം പോകത്തില്ല. എപ്പോഴും മനുഷ്യനെ ആരാധിക്കാൻ, തന്നെക്കാൾ മുകളിലുള്ള ഒരു ശക്തിയെ ഒന്ന് ആശ്രയിക്കാനുള്ള ഒരു പ്രവണത എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. കിട്ടുന്നുണ്ടോ? എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ പ്രവണത, ആ ആരാധന ആർക്കാ കൊടുക്കേണ്ടത്? ഈശോയ്ക്ക് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഈ ആരാധിക്കാനുള്ള കൊതി, ത്വര, ഈ ഒരു ലാഞ്ചന, ഒരു ചായ്വ് എപ്പോഴും ഉണ്ടാവും. ഈശോയ്ക്ക് അത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് കൊടുത്തു പോകും? തിന്മയ്ക്ക് കൊടുത്തു പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളെ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, ഈ ബാലിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് തൊട്ടടുത്ത ഭാഗം. ദൈവത്തെ മറന്നുപോയി. ബാലിനെ കുറിച്ച് വേദപാഠമോ ധ്യാനങ്ങളോ ഒന്നും നടന്നില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ആ തലമുറ ബാലിനെയും അക്ഷേര പ്രതിഷ്ഠകളെയും ആരാധിക്കാൻ തുടങ്ങി. പൗലോസ് ഇതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. 18 വാക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. റോമ 1:18 മുതൽ. അവർ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കാതിരുന്നതിനാൽ വിഗ്രഹങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യന്റെ രൂപങ്ങൾക്ക് ആരാധന കൊടുത്തു. എപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കും. ഈശോയ്ക്കല്ല ആരാധന കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ നിങ്ങൾ വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, പിശാചിന് അൾട്ടിമേറ്റ്ലി ആരാധന കൊടുക്കും. തകർന്ന് തരിപ്പണായി പോകും. കിട്ടുന്നുണ്ടോ? വേദപാഠം ഇല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് തലമുറയെ രക്ഷിക്കാൻ മാത്രമല്ല, ആ തലമുറ ഒരിക്കലും പിശാചിന് അടിമപ്പെട്ടു പോകാതിരിക്കാൻ ഈ വേദപാഠം, ഈ സുവിശേഷ പ്രഘോഷം നമ്മൾ നടത്തിയേ മതിയാവുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.
15-ാമത്തെ വാക്യം 2-ാമത്തെ അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാം വാക്യം. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ തന്നെ ഇവിടെ വചനത്തിൽ പറയാണ്, കർത്താവ് അവരെ കൈവിട്ട് കളയുന്നു. 15-ാം വാക്യം തന്നെ, കർത്താവ് ശപഥം ചെയ്തവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. കർത്താവ് പോലും കൈവിട്ട്, കർത്താവിന്റെ കരം അവർക്ക് എതിരായിരുന്നു, അവർ കഷ്ടത അനുഭവിച്ചു. മക്കളെ, നിങ്ങൾ ചിന്തിക്കല്, നമുക്കിപ്പോൾ ഉണ്ടാവുന്ന കഷ്ടത, ബുദ്ധിമുട്ട് എല്ലാം നമ്മൾ കർത്താവിനെതിരെ പോയതുകൊണ്ടാണ്. അതുകൊണ്ടല്ല. നമുക്ക് വന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം നമ്മൾ കർത്താവിനെതിരെ പോയതുകൊണ്ടല്ല. പക്ഷേ അതെല്ലാം ഒരു വാണിങ്ങുകളായിട്ട് സ്വീകരിക്കണം. നീ കർത്താവിനെതിരെ പോവരുത്, നിന്റെ തലമുറ കർത്താവിനെതിരെ പോവരുത്. കർത്താവ് ഇത് കൈവിട്ട് കളഞ്ഞാൽ നമ്മുടെ ആത്മാവ് പോലും നശിച്ചു പോകുന്നു. ഇസ്രായേൽ ജനത്തിനത് മനസ്സിലായപ്പോൾ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവൻ അതാ പറയുന്നത്. അവർക്കൊരു സങ്കടം വന്നപ്പോൾ ഇനി രക്ഷിക്കാൻ ആരുമില്ല, നശിച്ചു പോവാണെന്ന് തോന്നിയ സമയത്ത് അവർ തകർന്ന് തരിപ്പണാനിക്കുക, കർത്താവിന് അകന്നു പോയി. പക്ഷേ അവരപ്പോഴും കർത്താവിനെ ഓർത്ത് വിളിച്ചു. കർത്താവ് ഡിമാൻഡൊന്നും വെച്ചില്ല, നീയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് അവരെ സഹായിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ 2-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, അവർ അവരെ അനുകരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു. കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു കർത്താവിന്. തല്ലിപ്പൊളികളൊക്കെ ആയിപ്പോയി, ബാലിനെ ആരാധിക്കാൻ പോയി, കർത്താവിന്റെ ആരാധനയൊക്കെ അവർ മുടക്കി. പക്ഷെ കർത്താവിന് അനുകമ്പ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നിലവിളിച്ചപ്പോഴേ കർത്താവ് കേട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോർത്ത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തോട് ചേർത്ത് ചിന്തിച്ച്, ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ തലമുറ, അപ്പനോ അമ്മയോ നമ്മുടെ പൂർവികരോ ഒക്കെ കർത്താവിനെ വിളിക്കാൻ മറന്നുപോയി കാണും. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേദപാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് അവർ ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അവരുടെ ലക്ഷ്യങ്ങൾ മാറിപ്പോയേക്കാം. ചിലപ്പോൾ അവർക്കും അറിവില്ലാത്ത പോലെ സംഭവിച്ചേക്കാം. അല്ലെ, അങ്ങനെയും സംഭവിക്കാമല്ലോ. നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിക്കോ ഇത് എത്ര പറഞ്ഞു തരാനുള്ള ഒരു കൃപയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവോ ബോധ്യമോ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനോ ഈ ഒരു ലാംഗ്വേജ് വായിക്കാൻ പോലും പറ്റിയല്ലാത്ത പാവപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരായിരിക്കും നമുക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് അത്രേ പറ്റുള്ളായിരുന്നു കാണും. അവരുടെ ദാരിദ്ര്യങ്ങളിൽ അവർക്ക് ബൈബിൾ മുറുകെ പിടിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ മുണ്ട് മുറുകെ പിടിക്കേണ്ട അവസ്ഥ വന്നേക്കാം. അങ്ങനെയുള്ള തലമുറകൾ, അങ്ങനെയുള്ള പിന്മുറകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അവർ അങ്ങനത്തെ തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഈ തലമുറയിൽ നമുക്കിത് ബോധ്യം കിട്ടുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചോളുക. കഴിഞ്ഞ തലമുറ ചെയ്തത് എത്ര വലിയ പാപമാണെങ്കിലും, അവർ കർത്താവിന് അകന്നു പോയെങ്കിലും, അവർ കർത്താവിനെതിരെ ജീവിച്ചവർ നമ്മുടെ മുൻ തലമുറകളുണ്ടെങ്കിലും അവരെ കുറ്റപ്പെടുത്താൻ പോകണ്ട, അത് അഴിക്കാൻ പോകണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് നീ കെട്ടഴിക്കാൻ ഒറ്റ വിളി, കർത്താവേ. പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവേ എന്നാ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, ഞാൻ ഇപ്പം സമ്മതിക്കുകയാണ്, എൻ്റെ അധികാരി നീയാണ്. എൻ്റെ അപ്പൻ സമ്മതിച്ചില്ല, എൻ്റെ വല്യപ്പൻ സമ്മതിച്ചില്ല, അവരകന്നു പോയി, ഇല്ലെങ്കിൽ അവർക്കത് പറഞ്ഞു തരാൻ പറ്റിയില്ല, പാവങ്ങളായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവേ, ഇത്രയും വചനം കേട്ട ഞാൻ നിന്നെ വിളിക്കുകയാണ്, യു ആർ മൈ ലോർഡ്. എൻ്റെ കർത്താവ് നീയാണ്. ഈ കെട്ട് മുഴുവൻ അഴിയും. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് മാത്രമേ ഉള്ളൂ വഴി. ഇല്ലെങ്കിൽ നിങ്ങൾ 7 തവണ അവിടെ പോവുക, 9 തവണ ഇവിടെ പോവുക, 13 തവണ ഇവിടെ പോവുക, പൊക്കോണ്ടിരിക്കും. അഴിയുന്നില്ല, മുറുകുന്നേ ഉള്ളൂ. കർത്താവേ എന്ന് വിളിക്കും. എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, ഞാൻ ആരുടെ അടുത്തേക്കും പോകുന്നില്ല. എനിക്കൊരൊറ്റ അധികാരി, ഞാൻ ആരാധിക്കുന്ന ഒരൊറ്റയാൾ, എൻ്റെ ഈശോ, എൻ്റെ കർത്താവ്, മൈ ലോർഡ്, മൈ കീരിയോസ്, എൻ്റെ അദോനായി, എൻ്റെ ദൈവം. തോമാസ് ലീഗ ചങ്കുപൊട്ടി വിളിച്ച പോലെ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എനിക്ക് വേറെ ആരുമില്ല. തലമുറ മറന്നുപോയേക്കാം, അടുത്ത തലമുറ മറന്നുപോയേക്കാം, ഞാൻ മറക്കത്തില്ല. നീ അങ്ങനെ വിളിച്ചതുകൊണ്ട് നിന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ രോഗത്തിൽ കിടക്കാണ്, ഇതിന്റെ കാരണം അന്വേഷിച്ച് കിടക്കും. ഇപ്പൊ കുടുംബത്തിൽ ഐശ്വര്യം ഇല്ല, ഇതിന്റെ കാരണം അന്വേഷിച്ച് നടന്ന് മടുക്കല്. എന്ത് കാരണമാവട്ടെ, ചിലപ്പോൾ നമ്മൾ കാണിച്ചൊരു മണ്ടത്തരായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ശാപമായിരിക്കും, എന്തോ ആട്ടെ. ഇപ്പൊ യു അക്സെപ്റ്റ് ദ ലോർഡ്. നിങ്ങൾ കർത്താവിനെ ഒന്ന് അംഗീകരിക്കുക, ആരാധിക്കുക, കർത്താവെ എന്ന് വിളിക്ക്. ഈ പ്രശ്നത്തിന്റെ മേൽ കർത്താവ് ഇടപെട്ട് പർവ്വതം മെഴുകു പോലെ ഉരുകും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പ്രശ്നത്തെ, ആ പർവ്വതത്തെ കർത്താവ് മെഴുകു പോലെ ഉരുക്കും. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഇല്ലേ, ഒരുക്കത്തില്ലേ? അത് ഉരുക്കും. എത്രയോ പർവ്വതങ്ങൾ ഉരുകിയിരിക്കും നമ്മുടെ മുമ്പിൽ. കർത്താവേ എന്ന് വിളിച്ചാൽ അനുഗ്രഹം വരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം എടുക്കാം. നല്ലൊരു കൂട്ടുകാരനെ നമുക്ക് അവിടെ കാണാം. നല്ലൊരു മിടുക്കൻ പയ്യനാണ്. നമുക്കെല്ലാവരും നല്ല മാതൃകയായ നല്ലൊരു പയ്യനാണ്. ഗിദെയോൻ കേട്ടിട്ടുണ്ടോ? ഗിദെയോൻ. സമയം കിട്ടുമ്പോൾ ഈ 3 അധ്യായങ്ങൾ വായി, 6, 7, 8. ന്യായാധിപന്മാർ 6, 7, 8. പിന്നീട് സമയം കിട്ടും വായിച്ചോ. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ 2004 സെമിനാരി ചേർന്നത്. 2004 ആ കൊല്ലായിരുന്നു സുനാമി വന്നതെന്ന് തോന്നുന്നല്ലേ. 2004 ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ആദ്യത്തെ, എല്ലാ മാസവും ഞങ്ങൾക്ക് ഇങ്ങനെ ധ്യാനമുണ്ട്, ഒരു ദിവസം ധ്യാനമുണ്ട് വൈദിക വിദ്യാർത്ഥികൾക്ക്, സിസ്റ്റേഴ്സിനും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഫോർമേഷൻ ഹൗസുകളിൽ. എൻ്റെ ഓർമ്മയിലുണ്ട്, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ധ്യാനം ഈ ഗിദെയോന്റെ ഈ ഒരു ലൈഫ് സ്റ്റോറിയാണ്. ന്യായാധിപന്മാർ 6, 7, 8. ഇപ്പം ഞങ്ങൾക്കത് വ്യാഖ്യാനം തന്നത് ഞങ്ങളുടെ ആദ്യത്തെ റെക്ടറച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. സബ്ജക്റ്റ് ഇതായിരുന്നു.
അച്ഛൻ പറഞ്ഞു നമ്മളിങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് നമുക്കൊരു യോഗ്യതയില്ല, പക്ഷേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ വൈദ്യ വിദ്യാർത്ഥികളോട് പറഞ്ഞാണ് ഈ ഗിദെയോനെ കുറിച്ച് അച്ഛനെന്ന് പറഞ്ഞതാണ്. ഇവൻ ഒരു പണിയെടുക്കണം, മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കാൻ. 11-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കാൻ. എന്നുവെച്ചാൽ ചെയ്യേണ്ട പണിയൊന്നും അല്ല, മര്യാദയ്ക്ക് ചെയ്യും. ഒളിച്ചിരുന്നൊക്കെ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കാം. എന്നുവെച്ചാൽ എന്തൊക്കെയോ മണ്ടത്തരം. അച്ഛൻ പറഞ്ഞു നിങ്ങൾ കുറേ പേര് മണ്ടന്മാരുണ്ട്. ഞങ്ങളൊക്കെ അപ്പോൾ തല കുമ്പിട്ടു, സത്യമാണല്ലോ കർത്താവേ എന്ന് വിളിച്ചു. പക്ഷെ അടുത്ത അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ആ മണ്ടന്മാരെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാർ എന്ത് പണി ഒപ്പിച്ചോളും, ഗോതമ്പ് ചക്കിലും വേണേ മുന്തിരി വാറ്റും നല്ല മുന്തിരി ഉണ്ടാക്കിയെടുക്കും, എല്ലാ പണിയും ഒപ്പിച്ചോ. അങ്ങനെയുള്ളവരെ കർത്താവിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു വ്യാഖ്യാനം ഒന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ സമയം കിട്ടുമ്പോൾ ഈ 6, 7, 8 അധ്യായങ്ങളൊന്ന് വായിക്കണം കേട്ടോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഗിദെയോനെ കുറിച്ചാണ് അവിടെ 1-2 കാര്യങ്ങൾ അച്ഛൻ പെട്ടെന്ന് വായിക്കാൻ, നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മീദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ കർത്താവ് കൈവിട്ട് കളഞ്ഞവരെ ഒരു പാപം ചെയ്തപ്പോൾ. മീദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. എന്താണ് വാക്കിന്റെ അർത്ഥം? മീദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു എന്ന് വെച്ചാൽ കരം കൈ ഒരു അധികാരത്തിന്റെ അടയാളമാണ്. ഇത്രയും നേരം അവരുടെ നേരെ ഉയർന്നു നിന്ന കരം കർത്താവിന്റെ കരമാണ്, കർത്താവിന്റെ അധികാരമാണ്. അവർ കർത്താവിൽ നിന്ന് പോയപ്പോൾ എന്നെ സംഭവിച്ചു? ശത്രുവിന്റെ കരം അവരുടെ മേൽ അധികാരം ഉറപ്പിച്ചു. പിടികിട്ടുന്നുണ്ടോ? ആരാധന നടന്നുകൊണ്ടിരിക്കും, നിങ്ങൾ കർത്താവിന്റെ കരവലയത്തിൽ നിന്ന് മാറി നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിശാചിന്റെ കരം നമ്മുടെ മേൽ ഇങ്ങനെ നിൽക്കും. മീദിയാൻകാരുടെ ശത്രുവിന്റെ കരം അവരുടെ മേൽ ശക്തി പ്രാപിച്ചു. 2-ാമത്തെ വാക്യമാണത്. മീദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ആ വാക്യം ഒന്ന് ഒരുമിച്ച് വായിച്ചേ. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ എൻ്റെ അർത്ഥം? അവരെന്തിനാ ഇപ്പൊ പേടിച്ചേ? മീദിയാൻകാരെ പേടിച്ചതല്ല ശരിക്കും. ഓക്കെ, ഓഫ് കോഴ്സ് മീദിയാൻകാരെ പേടിച്ചു. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് എന്താ കിടക്കുന്നു? കർത്താവിനെ ആശ്രയം വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് വഴിയെ പോകുന്ന എല്ലാത്തിനെയും നമ്മൾ പേടിക്കും. ശരിയല്ലേ? ഉണ്ട് നമ്മൾ കുഞ്ഞിലെ നമ്മളോട് അപ്പച്ചനും അമ്മച്ചനും പറഞ്ഞ് കുരിശ് വരച്ചിട്ട് കിടക്ക്, പാക്കാൻ പിടിക്കും അല്ലേ? അപ്പൊ നമുക്കൊരു ബോധം ഉണ്ടായിരുന്നു, പാക്കാൻ പിടിക്കാതിരിക്കാൻ ആരിവിടെ ഉണ്ട്? ഈശോ ഇവിടെ ഉണ്ട് അല്ലേ? പക്ഷെ കുരിശ് വരയ്ക്കാണ്ട് കടന്നു, ഞെട്ടി എഴുന്നേറ്റു, ബെഡ് മുഴുവൻ നനഞ്ഞു, മഴ പെയ്താ. അപ്പൊ അമ്മച്ചി ഒരു തല്ലും തന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു കുഞ്ഞ് സ്പിരിച്വാലിറ്റി അന്ന് കിട്ടി. ആ സ്പിരിച്വാലിറ്റി വലിയൊരു തിയോളജിയാണ്. നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ചാൽ ഭയമില്ല, കർത്താവിൽ ആശ്രയത്വം വിടുന്ന സമയത്ത് ഭയം കയറും. പിടിയിട്ടുന്നുണ്ടോ? ഇപ്പം നമുക്ക് ദൈവവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം കടങ്ങളും രോഗങ്ങളും വേദനകളൊക്കെ വരും. പക്ഷെ ദൈവവിശ്വാസം ഉള്ള ഒരാൾക്ക് ഈ കടത്തിൽ പേടിക്കില്ല, ഈ രോഗത്തിൽ പേടിക്കില്ല, ഈ മരണത്തിൽ പേടിക്കില്ല. കാരണം അധികാരം ഈശോയ്ക്കാണെന്ന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം നഷ്ടപ്പെട്ടാൽ വാഴയില അനങ്ങുന്നതും അപ്പുറത്തുനിന്ന് ഒരാൾ ചുമയ്ക്കുന്നതും പേപ്പർ മറിക്കുന്നതിന്റെ ശബ്ദം എല്ലാം കേട്ട് നമ്മൾ ഞെട്ടും. മീദിയാൻകാരുടെ കരം ശക്തിപ്പെട്ടവർ ഭയപ്പെട്ടവർ ചെയ്ത കാര്യം ഓർത്തോക്കെ. പർവ്വതങ്ങളിൽ, അതായത് ഉന്നതത്തിൽ ഇരിക്കേണ്ടവരാണ്, അവരവിടെ മാളങ്ങളും ദുർഗങ്ങളും ഗുഹകളും നിർമ്മിച്ച് അതിനകത്ത് താമസിച്ചു. നമ്മൾ ഇത് ഇപ്പൊ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ക്രൈസ്തവർ പ്രത്യേകിച്ച് നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് മാമോദീസ തന്ന് സഭയുടെ ഭാഗമാക്കി. ശരിയല്ലേ? നമ്മളെ പിടിച്ച് പർവ്വതത്തിലിരുത്തി. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഓർത്ത് നോക്കിയേ. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, നിരീശ്വരവാദികൾ, ദൈവത്തെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ആൾക്കാർ, അവരെന്തോരം കഷ്ടപ്പെടണം കർത്താവിനെ കുറിച്ച് അറിയാൻ. ശരിയല്ലേ? ഒന്ന് നമ്മൾ പ്രസംഗിക്കുന്നില്ല, നമ്മൾ കെട്ടിയടച്ച പന്തലിൽ നമുക്ക് പറ്റുന്നവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തോരം ലോകത്തിന്റെ എന്തോരം അറ്റത്ത് സുവിശേഷം കേൾക്കാനിരിക്കും. അവരെന്തോരം കഷ്ടപ്പെട്ട് വേണം ഈ പർവ്വതത്തിലേക്ക് എത്താൻ. കിട്ടുന്നുണ്ടോ? പർവ്വതം എന്ന് വെച്ചാൽ കർത്താവിന്റെ ആ സാന്നിധ്യം, കർത്താവിനെ അറിയാൻ എന്തോരം കഷ്ടപ്പെടണം. നമുക്കോ ഈസി ആയിട്ട് കർത്താവ് ഒരു ഹെലികോപ്റ്ററിൽ അവിടെ കൊണ്ടുവച്ചു, മോളിൽ നിന്ന് പാരച്ചൂട്ട് വഴി ഇറക്കി, ഇവിടെ ഇരുന്നോ, സഭയുടെ ഭാഗമായിട്ട് ഈശോയുടെ ശരീരത്തിൽ രക്തമൊക്കെ സ്വീകരിച്ചോ. ഫ്രീ. ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ക്രൈസ്തവർ ഫ്രീ ആയിട്ട് സുവിശേഷം കിട്ടിയവർ നന്നായിട്ട് മനസ്സിലാക്കണം. ആ പർവ്വതങ്ങളിൽ ഇരുന്നിട്ട്, ആ പർവ്വതത്തിൽ ഇരിക്കാൻ കർത്താവ് വിളിച്ചിട്ട് അപ്പോഴും മീദിയാൻകാരെ കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. കർത്താവിനെ മറന്നു. മീദിയാന്റെ കരം നിന്റെ മേലെ ശക്തിപ്പെട്ടു. പർവ്വതത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ വരും, ഗുഹകളിൽ ഒളിക്കേണ്ട അവസ്ഥ വരും. മാളത്തിലേക്ക് ആരാ ഒളിക്കുന്നത്? നെയിം 2-3 animals who live in മാളം. പണ്ട് സ്കൂളിൽ ചോദിച്ചില്ലേ, മാളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പേര് പറയൂ. മാളു, പിന്നെ ഏലിയമ്മ, പിന്നെ എലി, പിന്നെ കുറുക്കൻ. അതായത് ആ മനുഷ്യൻ എന്ന ഡിഗ്നിറ്റി പോലും ഇല്ലാത്തൊരവസ്ഥ. മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ വരികയാണ്. എല്ലാത്തിനെയും പേടി, അതിലെ പോകുന്ന ഇതിനെ പോകുന്ന എല്ലാത്തിനെയും പേടി. മനുഷ്യരെ പേടി, പിശാചിനെ പേടി, രോഗങ്ങളെ പേടി, ഭൂമിയെ പേടി, നാളെ ഇത് ഇപ്പം മൊത്തം ഇടിഞ്ഞു വീഴുവോ, എല്ലാത്തിനെ കുറിച്ച് പേടി, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് പേടി. പർവ്വതങ്ങളിൽ ഇരിക്കേണ്ടവർ മാളത്തിൽ ഒളിച്ചു നിൽക്കുകയാണ്. കാരണം കർത്താവിനെ മറന്നു. മീദിയാന്റെ കരം ശക്തിപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് തന്നെയാണ് ഈ ധൂർത്തപുത്രന് സംഭവിച്ചത്. അപ്പന്റെ വീട്ടിലിരിക്കേണ്ടവൻ, സ്വന്തം വീട്ടിലിരിക്കേണ്ടവൻ അപ്പനെ മറന്നപ്പോ നേരെ പോയി വീണത് എവിടെയാണ്? പന്നിക്കുഴിയിൽ. ഒരു മനുഷ്യനായിട്ട് ജീവിക്കേണ്ടവൻ പന്നിക്ക് കിട്ടുന്ന തവിടെങ്കിലും കിട്ടി ആശ്വസിക്കാൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല.
കർത്താവിൽ നിന്ന് അകന്നു പോയാലും അപകടം അതാണ്. ആരാധന എപ്പോഴും നടക്കും. ഒന്നുകിൽ നീ ദൈവത്തെ ആരാധിക്കും, ഇല്ല പന്നിക്കൂട്ടി കിടക്കും. ആരാധന എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഈശോയുടെ അടുത്ത് നിന്നാൽ അപ്പൻ എല്ലാം തന്നുകൊണ്ടിരിക്കും. അപ്പുറത്ത് നിന്നാൽ പന്നിയുടെ തവിടെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിക്കും. കിട്ടത്തില്ല. തിരിച്ചു കയറി വരിക, പെട്ടെന്ന് തിരിച്ചു കയറി വരിക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ഇവരുടെ മേൽ ശക്തി പ്രാപിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കൂടിയപ്പോൾ 6-ാമത്തെ വാക്യം, മീദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളിൽ നമുക്കൊരു ഉണർത്തുപാട്ടാവണം. നമ്മൾ എത്ര അപകടം പിടിച്ചൊരു സാഹചര്യമാവട്ടെ, നിങ്ങൾ എന്തിനെ പേടിച്ച് നിൽക്കുവാട്ടെ, എന്ത് രോഗത്തിലോ സങ്കടത്തിലോ വേദനയിലോ ചിലപ്പോൾ വല്ലാത്തൊരു പാപത്തിന്റെ പിടിക്കുത്തിലായിരിക്കാം. മീദ്യാന്റെ കരം, ഒരു തിന്മ, ഒരു ദുശീലം, ഒരു തഴക്കദോഷത്തിന്റെ പിടിയിലായിരിക്കാം. നിങ്ങൾ ഈശോയെ മറന്നപ്പോൾ ആ പാപത്തിലേക്ക് പോയി കാണും. ആ പാപം ആവർത്തിച്ച് ചെയ്ത് ഈ മീദ്യാന്, ഈ പാപത്തിന് നിങ്ങളുടെ മേലൊരു കരം വെച്ചു, അധികാരം വെച്ചു. നിങ്ങൾക്ക് അതിനകത്ത് കയറി പോരാൻ പറ്റുന്നില്ല. ഒരു കുഴിയിൽ, ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ഈ പാപം ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റുന്നില്ല. മനുഷ്യരെ നേരെ നോക്കാൻ പറ്റുന്നില്ല. ഈ തിന്മയുടെ പിടിയിൽ നിൽക്കുകയാണ്. പക്ഷെ നീ രക്ഷപ്പെട്ട് കയറി പോരാൻ, ആ കുഴിയിൽ നിന്ന് വരെ നിന്നെ പിന്നെയും പർവ്വതത്തിന് മുകളിൽ കയറ്റി നിർത്താൻ ഒരാളുണ്ട്. നിന്റെ കർത്താവ്. വിളിച്ചോണം. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര പാപത്തിനൊരു ഹിസ്റ്ററി നിങ്ങൾക്ക് കിടപ്പുണ്ടെങ്കിലും, ഈശോയെ വിളിക്കാൻ എനിക്കൊരു യോഗ്യത ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത. ഈ ധൂർത്തപുത്രന്റെ ഏറ്റവും വലിയ യോഗ്യത, പന്നിക്കൂട്ടി കിടന്നിട്ട് എനിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു അപ്പനുണ്ടെന്ന് അവൻ ഓർത്തപ്പോ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാ പ്രവർത്തിച്ചപ്പോ പന്നിക്കുഴി വിട്ട് അപ്പന്റെ വീട് തേടി പോവാൻ അവനൊരു പ്രചോദനം കിട്ടി. അപ്പന്റെ വീട്ടിലേക്ക് ചെന്നത് ദാസനാവാൻ വേണ്ടിയിട്ടാണ്. മകനായിട്ട് പരിഗണിക്കണമെന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ല. പക്ഷെ മകനായിട്ടല്ല, ഒരു രാജാവിനെ പോലെ പുത്തൻ ഉടുപ്പിട്ട്, പുത്തൻ മോതിരമിട്ട്, ഒരു അധികാരത്തിന്റെ അടയാളം കൊടുത്തുകൊണ്ട് ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പുരോഹിതനെ പോലെ കാളക്കുട്ടിയെ ബലിയർപ്പിച്ച് അവനെ പരിശുദ്ധ കുർബാന ചൊല്ലി അവന്റെ പാപങ്ങളെല്ലാം പോക്കി അവനെ സ്വീകരിക്കുന്ന ഒരപ്പൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഓർത്തോളൂ, ഈ മിദ്യാന്റെ കരം അവിടെ ഉണ്ടെങ്കിലും നീ കർത്താവിനെ ഒന്നുകൂടെ ഓർത്തോ. കർത്താവ് നിന്നെ ഓർക്കും. കർത്താവ് ഓർത്തു ഇസ്രായേൽക്കാരെ. എന്നിട്ടാണ് ഈ ഗിദെയോനെ തെരഞ്ഞെടുക്കുന്നത്. ഗിദെയോൻ ഇങ്ങനെ മുന്തിരിച്ചക്കിൽ ഇങ്ങനെ ഗോതമ്പൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദൂതം വന്ന് പറയും, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. 6:12. ഉറക്കൊന്നും വരല്ല കേട്ടോ, ഉറക്കൊന്നും വരാൻ നല്ല ഉറക്കെ വായിച്ച്. 6:12 ഉറക്കെ വായിച്ച്. കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. വലതുരോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് തന്നെ പറഞ്ഞു. നിങ്ങളെ ആരും ഒന്നും പറയാനൊന്നുമില്ല. തന്നെ പറഞ്ഞു, ഇപ്പൊ രോഗമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ധൈര്യമില്ല, ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്, ആത്മാവും മനസ്സൊക്കെ ബലമില്ലാണ്ടിരിക്കുകയാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറ, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. സ്വയം ആശംസിക്കുക കേട്ടോ. സങ്കടം വന്നാലും, വേദന വന്നാലും, തോറ്റു നിന്നാലും, ചീഞ്ഞു നിന്നാലും, ആര് കൂടെ? നിനക്ക് കയറി വരാൻ വേണ്ടി കർത്താവ് ഇപ്പൊ നിന്റെ കൂടെ നിൽക്കണം. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് കൂടെ ഉണ്ടോ? ഈ പുള്ളി, ഈ ഗിദെയോനുണ്ടല്ലോ, പെട്ടെന്ന് വിശ്വസിച്ചൊന്നുമില്ല. ഗിദെയോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 13-ാമത്തെ വാക്യം, പ്രഭോ, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? നമ്മളെല്ലാം ചോദിക്കുന്നതല്ലേ അതല്ലേ? കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞു, വചനം പറഞ്ഞു, അടുത്തിരിക്കുന്നവർ ചുമ്മാ കയ്യെ പിടിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ദൈവമേ, എനിക്ക് രോഗവും വേദനയും സങ്കടവും, തോറ്റു നിൽക്കുകയാണ്, എല്ലായിടത്തുനിന്നും പണി കിട്ടുന്നു, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. എന്നിട്ട് കർത്താവ് കൂടെ ഉണ്ടെന്നാണോ? അല്ലെ, ഒരു മാനുഷികമായ സങ്കടമാണ്. അയാൾ ചോദിച്ചു, കർത്താവ് കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ആണോ എന്ന്. ഒരു ഉത്തരവുണ്ട്, ഒരു വലിയ ഉത്തരവാണ്. 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഗിദെയോന്റെ എല്ലാ സംശയങ്ങൾക്കും കർത്താവ് ഒറ്റ കാര്യത്തിലാണ് ഉത്തരം കൊടുക്കുക. 14-ാമത്തെ വാക്യം, കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേൽക്കാരെ മീദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് അടയാളപ്പെടുത്തിയിട്ടെ, ഞാനാണ് നിന്നെ അയക്കുന്നത്. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവൊന്നുമല്ല കർത്താവ് കൊടുക്കുന്നത്. കർത്താവിനോട് ചോദിച്ചു, ഇതെന്നെ ഇങ്ങനെയൊക്കെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചില്ലേ, അമ്മച്ചി പ്രാർത്ഥിച്ചില്ലേ, ഞങ്ങളുടെ ജപമാല എത്ര ചൊല്ലി, ഞങ്ങൾ ബൈബിൾ മുഴുവൻ വായിച്ചില്ലേ, എന്നിട്ട് എന്നാ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നേ? എനിക്ക് എന്നാ ധൈര്യം ഇല്ലാത്ത? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചെന്നാ പരീക്ഷയ്ക്ക് തോറ്റുപോയെ? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങി ഈ വിവാഹ ജീവിതം എന്താ തകർന്നു പോയെ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കർത്താവ് ചോദിക്കുന്നതിനൊന്നും ഉത്തരം കൊടുക്കാതെ ഈ നമ്മുടെ ഗിദെയോനോട് ഒറ്റ ഉത്തരം കൊടുത്തു, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഐ ആം സെൻഡിങ് യു. ഈ കഴിഞ്ഞതിലേക്ക് നോക്കിയിരിക്കാതെ, കർത്താവ് ഇതന്നെ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് പരാതിപ്പെടാതെ, കർത്താവ് നിന്റെ നേരെ തിരിഞ്ഞിട്ടുണ്ടെന്നും നിന്നോട് ഇത് പറയുന്നുണ്ടെന്നും ചെവിയിലല്ല ഹൃദയത്തിൽ കേൾക്കുക. ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഐ ആം സെൻഡിങ് യു. കഴിഞ്ഞ തവണ ജോലി ചെയ്തെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിത്തം പൂർത്തിയാക്കാൻ പറ്റില്ല, ഈ സ്ഥലം മേടിച്ചത് ശരിയായില്ല, ഈ വിശ്വസിച്ച ആള് പറ്റിച്ചു. കർത്താവെ, നീ കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇപ്പൊ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുക. നീ ആ ദൈവത്തെ കർത്താവേ എന്ന് വിളിച്ച് എൻ്റെ അധികാരിയാണ് നിങ്ങൾ സമ്മതിക്കുന്ന ഈ മൊമെന്റിൽ കർത്താവ് പാസ്റ്റിലേക്ക് ഒന്നും നോക്കാതെ നിന്നോട് പറയാണ്, ഞാനാണ് നിന്നെ അയക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. നമ്മളെ ഓർത്ത്, കർത്താവേ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ അത്രയും അധ്വാനിച്ചല്ലോ,
ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, ഇതിനകത്തല്ലേ ഞാൻ കിടപ്പുണ്ട്, ഞാൻ 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 കഷ്ടപ്പെട്ടല്ലോ, എന്നിട്ട് എന്നെ ഇങ്ങനെ സംഭവിച്ചേ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്നെ ഉത്തരം കിട്ടാതെ. കർത്താവ് തിരിച്ചു പറയാണ്, നീ അല്ല, ഞാനാണ് ഇനി അയക്കാൻ പോണത്. നീ ഇനി നിന്നെ നോക്കണ്ട, നിന്റെ കഴിവുകളെ നോക്കണ്ട, നിന്റെ കുറവുകളെ നോക്കണ്ട, നിന്നെ സഹായിക്കാന്ന് പറഞ്ഞവരെ നോക്കണ്ട, നിന്നെ പറ്റിച്ചവരെ നോക്കണ്ട, നീ എന്നെ നോക്കിയാൽ മതി. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോന്റെ ഉള്ളിലോട്ട് ഒരു ധൈര്യം കിട്ടാണ്. ഇനി ഗോതമ്പും മുന്തിരിയും പിടിച്ചോണ്ടിരിക്കുകയല്ല, ഒറ്റയ്ക്ക് ചെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഒറ്റയാളെ എന്ന പോലെ നീ അവരെല്ലാം സംഹരിക്കും. നിന്റെ ശത്രുക്കൾ ആയിരക്കണക്കിന്, പക്ഷേ നീ ഒരൊറ്റയാളെ എന്ന പോലെ അവരെല്ലാം തോൽപ്പിച്ചോടിക്കും. കാരണം നിന്റെ കൂടെ ആരാ ഉള്ളേ? ഞാനാണ് അയക്കുന്നത്. അധികാരി കർത്താവ്, ലോർഡ് കിരിയോസ് അദോനായി, എൻ്റെ ജീവിതത്തിന്റെ മേൽ സർവ്വ അധികാരമുള്ള എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെ വരുന്നത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം എല്ലാ കാര്യത്തിലും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, എന്ത് കാര്യം നിങ്ങളുടെ കുടുംബം ഒരു തീരുമാനം എടുക്കുന്നു, വീട് പണിയാൻ പോകുന്നു, എന്തുകൊട്ടെ ആത്മീയ ഭൗതികമായ കാര്യമാട്ടെ, ആദ്യം ഈ ബോധം ഉള്ളിൽ നിറയണം. ആരാ അയക്കുന്നത്? കർത്താവാണ് എന്നെ അയക്കുന്നത്. എൻ്റെ കൂടെ കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തിലേ നിങ്ങൾ ഇറങ്ങാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത്രയും പഠിത്തം ഉണ്ടല്ലോ, എനിക്ക് ഇത്ര വലിയ പാരമ്പര്യങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ ഇതിനെക്കാട്ടും വലുത് ചാടിക്കടന്ന കെ ജോസഫാണ് ഞാൻ, കെ ജോസഫ് അവിടെ ഒക്കെ ഉണ്ടാക്കി നിന്നോണ്ടിരിക്കത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. ഒന്നും ഓർക്കണ്ട, നമ്മൾ കാണിച്ചു കൂട്ടിയാൽ, നമ്മൾ മേടിച്ചെടുത്തത്, നമ്മൾ നേടിയെടുത്തത്, നമ്മുടെ പൈതൃകങ്ങൾ ഒന്നും ഓർക്കണ്ട. ഒറ്റ ബോധം കിട്ടിയിട്ട് ഇറങ്ങിക്കോളൂ. ചിലപ്പോൾ നമ്മൾ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുവാണ്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുതിയൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങണം. ഞാൻ അത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇതും നല്ലതാണ്, ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ആത്മാവിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ഡൗൺ ആക്കിയേക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അത്രയും ചെയ്തു, ഞാൻ ഇത്രയും മേടിച്ചു, എനിക്ക് അന്ന് 1ാം റാങ്ക് ആയിരുന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 1ാം റാങ്ക് ആയിരുന്നു, ഞങ്ങൾ 3 പേര് പഠിച്ചതിൽ. അപ്പോൾ അതൊക്കെ പറഞ്ഞു ഇപ്പോഴും ഇറങ്ങരുത് കേട്ടോ. ഇപ്പോൾ ഒറ്റ ബോധം ഉള്ളി വേണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇതിനകത്തും ഞാൻ വിജയിക്കും. ഞാൻ കാരണമല്ല, ആര് കാരണം? കർത്താവ് കാരണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഒരു സുന്ദരമായ ഒരു കാര്യം, സുന്ദരമല്ല, നമ്മളെപ്പോലെയൊക്കെ ഈ നമ്മുടെ ഇങ്ങനെ പേരെന്നാ, ഗിദെയോൻ, മീദിയാൻ എന്നാ വായി വരുന്നത്. ഗിദെയോൻ ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവിന്റെ നേരെ തിരിഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ ഗിദെയോൻ പറയുന്നുണ്ട് 15ാമത്തെ വാക്യത്തിൽ, വായിച്ചേ. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ. അതങ്ങനെ വായിക്കണം. അയ്യോ കർത്താവേ, അങ്ങനെ വായിക്കല്ലേ. അയ്യോ കർത്താവേ അല്ലേ? നമ്മൾ പറയില്ലേ, ബൈബിളിലൊക്കെ ഇതൊന്നും ചേർക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ എന്നാണോ, അല്ലാ സ്മൈലോടെന്നാണോ അറിയത്തില്ല. നമ്മൾ മലയാളികൾ എഴുതുന്ന പോലെ തന്നെ ഗിദെയോന്റെ വാക്ക് അവിടെ വെച്ചേക്കാണ്, അയ്യോ കർത്താവേ. നമുക്കിത് ഉണ്ടാവല്ലേ, ഇത്ര ധ്യാനങ്ങൾ കൂടിയാലും, എത്ര വചനങ്ങൾ കേട്ടാലും, കർത്താവ് സഹായിക്കും എന്നൊക്കെ പറഞ്ഞാലും അല്ലേ, ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇത് അപ്പുറത്തെ ധ്യാനയന്ത്രത്തിൽ ഇത് തന്നെ കേട്ടത്. ആ അച്ഛനും ആ സിസ്റ്ററും ഇതൊക്കെ തന്നെ പറഞ്ഞു. കർത്താവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും അയ്യോ കർത്താവേ, ഞാനോ അയ്യോ കർത്താവേ. ഇത് നമുക്കൊരു പ്രശ്നമാണ്, അയ്യോ കർത്താവേ എന്നുവെച്ചാൽ നമുക്ക് അപ്പം പഴയത് ഓർമ്മ വരും അല്ലേ. അയ്യോ ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. നമ്മൾ ഗിദെയോൻ പറയും, ഇസ്രായേൽ കുടുംബത്തിലെ ഏറ്റവും ചെറുതാണ് ഞാൻ, നമ്മളെയൊക്കെ വിളിക്കാതെ നമുക്കിതിനുള്ള ഒരു ഇതില്ല. അയ്യോ കർത്താവേ പറഞ്ഞോണ്ടിരിക്കും. കർത്താവ് അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അയ്യോ പറയുമ്പോൾ കർത്താവ് എന്നെ പറയും, അയ്യടാ എന്ന് പറയും. അയ്യടാ എന്നല്ല, കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. 16ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നീ നിന്റെ വീക്ക്നെസ്, നിന്റെ കുറവ്, നിന്റെ കഴിഞ്ഞ കാലത്തെ മണ്ടത്തരങ്ങൾ ഒന്നും ഓർക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ചിലപ്പോൾ ഒന്ന് കുമ്പസാരിച്ചു പാപങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു പുതിയ വിശുദ്ധ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കായിരിക്കും. നിങ്ങളൊരു വചനം കേട്ട് നിങ്ങൾക്കൊന്ന് മാനസാന്തരപ്പെടണം, പുതിയ ജീവിതം ആരംഭിക്കണം. പക്ഷെ അപ്പോഴും പിശാച് ഉള്ളിൽ കടന്ന് പറയും അയ്യേ അല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ പറയിപ്പിക്കും. എന്നെക്കൊണ്ട് പറ്റുമോ? ഞാൻ ഇന്നാളും കുമ്പസാരിച്ചല്ലേ, കഴിഞ്ഞ വർഷം ധ്യാനം കൂടിയല്ലേ, വല്ലതും നന്നായോ? ഒരു മാറ്റമില്ല. ആ ധ്യാനകേന്ദ്രം നന്നായി, അല്ലാണ്ട് ഞാൻ നന്നായില്ല അല്ലേ. അയ്യോ കർത്താവേ. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ഗിദെയോന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ 23ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. 24ാം വാക്യം, ഗിദെയോൻ കർത്താവിനൊരു ബലിപീഠം പണിതു, അതിന് യാഹ്വേ ഷാലോം എന്ന് പേരിട്ടു. യാഹ്വേ ഷാലോം. ഷാലോം എന്ന് വെച്ചാൽ എന്താ? സമാധാനം. കർത്താവിന്റെ സമാധാനം. എൻ്റെ കുടുംബം തകർന്നു നിൽക്കുകയാണ്, എൻ്റെ രാജ്യം മുഴുവൻ ഭീഷണിയിലാണ്, മിദ്യാന്റെ കരം ഉയർന്നു നിൽക്കുകയാണ്. പക്ഷെ യാഹ്വേ ഷാലോം, ദൈവം എൻ്റെ സമാധാനം. ടെൻഷനുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗങ്ങൾ, വേദനകളൊക്കെ ഉണ്ട്. യാഹ്വേ ഷാലോം, ദൈവം എൻ്റെ സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ. അവനാ പറയുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തിപ്പെടുത്തുകയാണ്. 34ാം വാക്യം, കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. കർത്താവിന്റെ ആത്മാവ് വന്നാൽ എന്നാ സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവ് നിന്റെ മേൽ വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ആത്മാവ് ഗിദെയോനിലേക്ക് നിറഞ്ഞപ്പോഴത്തേനും അവൻ ഒറ്റയാളെ എന്ന പോലെ ആ ശത്രുക്കളെ മുഴുവൻ ചിതറിച്ച് തെറിപ്പിക്കാൻ പറ്റിയെങ്കിൽ അവന്റെ ശക്തിയല്ല, ആത്മാവ് നിറഞ്ഞപ്പോൾ അത്യുന്നതന്റെ ശക്തി അവനിലേക്ക് ആവസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ.
ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ എല്ലാ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദ പവർ ഫ്രം എബവ്, സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും, നമുക്ക് നിർത്തിപ്പോണം തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ശക്തി ക്ഷയിച്ച് പഞ്ചറായി പോകുന്ന ചില സമയങ്ങളുണ്ടാവും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉന്നതത്തിൽ ശക്തി ഇറങ്ങിയാൽ, അത്യുന്നത ശക്തി ഇറങ്ങിയാൽ നീ ഇതിന്റെ എല്ലാം മേൽ വിജയിച്ച് കയറും. കാരണം വിജയിച്ച അധികാരി ദ ലോർഡ് ദ കിരിയോസ് നമ്മുടെ മുമ്പിൽ ഈ പർവ്വതങ്ങളെയൊക്കെ മെഴുകുതിരി പോലെ ഉരുക്കുന്ന കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഗിദെയോനോട് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭയപ്പെടണ്ട, അച്ഛൻ കൂടെയുണ്ട്. അല്ല, ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുണ്ട്. കർത്താവ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാം. ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ആ ബോധ്യം വേണം നമ്മളെ ശക്തിപ്പെടുത്താൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ വചനം കേട്ട് നിങ്ങൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി, അതെന്തോ ആവട്ടെ, ഒരു ജോലിയോ പഠനമോ ശുശ്രൂഷയോ നിങ്ങളുടെ ആത്മീയ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ എന്തോ ആവട്ടെ, അത് ഈശോ അനുഗ്രഹിക്കും. പറ ആമേൻ, ആമേൻ. കാരണം നമ്മൾ ആരെ വിളിച്ചേ? കർത്താവിനെ. ആ കർത്താവ് ഉള്ളിലുണ്ടെന്ന ബോധം ഇന്ന് ഈ വചനം കേട്ട എല്ലാവരിലേക്കും നിറഞ്ഞു. കുറച്ചെങ്കിൽ കുറച്ച്, 30 30, 60 60, 100 മേനി കിട്ടിയവർ ആനന്ദിപ്പിൻ. അത് 100 30 കിട്ടിയവർ 60 കിട്ടിയവരൊക്കെ 100 വളരട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ആ ഒരു നല്ല പ്രവൃത്തിയെ കർത്താവ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയ അനുഗ്രഹമാക്കി മാറ്റട്ടെ. ആമേൻ, ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ എന്തോ ആട്ടെ, ഒരു രോഗം, നിങ്ങൾ ഇന്ന് ആശുപത്രിയിലോട്ട് പോകണോ? പെട്ടെന്ന് ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. നിങ്ങൾ ജോലിക്ക് വേണ്ടി ഒരു പേപ്പർ വെക്കാൻ പോകണം, പേപ്പർ കൊടുക്കാൻ പോകണം, ഒരു ഇന്റർവ്യൂ ബോർഡിനെ കാണാൻ പോകണം, എന്തോ ആവട്ടെ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും അടുത്ത് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ബോധ്യം തരികയാണ്. ഈ കർത്താവിനെ മുറുകെ പിടിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ആ കർത്താവിന്റെ അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ്, കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ട്. ശക്തനും ധീരനുമായിരിക്കുക, കാരണം കർത്താവ് നിന്നോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയ.